ാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ പ്രവൃത്തികൾ നമുക്കൊരടയാളമാണല്ലോ. ഇന്ന് കേൾക്കപ്പെടുന്നതും നൽകപ്പെടുന്നതുമായ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമുക്ക് ഇന്നലെ മുതൽ, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പുലർച്ചെ മുതൽ നമുക്ക് അന്യഭാഷ പ്രാർത്ഥനയുടെ വലിയൊരു കവറിങ്ങിൻ്റെ അകത്താണ് നമ്മൾ നിന്നത്. അന്യഭാഷ പ്രാർത്ഥനയിൽ കൂടിയവരെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുന്നു. നിങ്ങളെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. കാരണം പ്രത്യേകിച്ച് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ വന്നു. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ ഇന്ന് വൈകിട്ടത് ആ മെസ്സേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ലൈവിൽ കൂടിയവരവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസി അറിയപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു ദൈവിക സന്ദേശമായിരുന്നു അത്. ശക്തമായിട്ട് പ്രിയ സൗര്യ കർത്താവ് ഉപയോഗിച്ചു. അതുമാത്രമല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച ആളുകളെ ഓർത്ത് ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം പ്രാർത്ഥിക്കുവാൻ ദൈവം പോരാളികളെ തന്നതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദേശത്തിൽ ഇന്നൊരു അനുഗ്രഹമായി മാറും. അത്ഭുതമായി തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വലിയ നിയോഗങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ തുടർമാനമായി മുന്നോട്ട് പോകാം. എനിക്കൊന്ന് ലൈവിൽ ഒരെണ്ണം കട്ടായി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ലൈവിൽ പലപ്പോഴും നമ്മൾ ഒരു യൂട്യൂബിൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്, ഒരു ഡിലേ സംഭവിക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് എല്ലാം സഹായിക്കുവാൻ കൃപാലുവാണല്ലോ. നമുക്കൊരുമിച്ച് നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവരും വന്നതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഒരു നിയോഗം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? സൗണ്ട് കുറവാന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, കുഴപ്പമില്ല. ചിലർക്ക് സൗണ്ട് കുറവില്ല എങ്കിൽ ഇന്നലെ എൻ്റെ പ്രശ്നമായിരുന്നു. എനിക്കൊന്ന് ഇന്ന് സൗണ്ട് കുറവാണെങ്കിൽ എല്ലാവർക്കും സൗണ്ട് കുറവില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക സൂം, അല്ലെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വീണ്ടും പ്രവേശിക്കുക. ആമേൻ. കർത്താവ് സഹായിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വൻ കാര്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ, ഇപ്പോഴല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും വന്നതിന് ശേഷം ഒന്ന് രണ്ട് അറിയിപ്പുകൾ, പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളോട് പറയാനുണ്ട്. അറിയിപ്പിനേക്കാൾ ഉപരി ഒരു നിയോഗമാണ്. ആ നിയോഗത്തെ സ്വീകരിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. തോമസ് വാർ ഇതിന് ശേഷം എന്നെ ഒന്ന് ഓർപ്പിക്കേണ്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് വന്നതിന് ശേഷം ഒന്ന് ഓർപ്പിക്കേണ്ടതാണ്. നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് ഒന്ന് പോകാം. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നു. ഇന്ന് നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്ന് ചില ഭാഗങ്ങളെ ദൈവസന്നിധിയിൽ ഇന്ന് ധ്യാനിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അവിടെ പറയുന്നു, അന്ത്യോക്യയിൽ ബർന്നബാസ് നിഗൽ എന്നു പേരുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. 2 കാര്യങ്ങളാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെപ്പറ്റി പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. എന്നിട്ട് പറയുന്നു,
എന്നിൽ വിശ്വസിപ്പിൻ. നോക്കിക്കേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, അതുപോലെ തന്നെ എന്നിലും വിശ്വസിപ്പിൻ എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. 2 കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചോണേ. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യേശു കർത്താവ് നമ്മളോട് പറയുന്നു. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അകത്ത്, ഒരു സെക്കൻഡ് ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. എന്നെ വചനം ഒന്ന് എടുത്തോട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യമുണ്ടല്ലേ, നമ്മൾ കടന്നു പോകുന്ന പല പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൻ്റെ അകത്ത് നിങ്ങളും ഞാനും നമ്മൾ ഒറ്റയ്ക്കല്ല. ഇന്നലെ നമ്മൾ കേട്ടു, കർത്താവായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ പിടിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തുന്നതിൻ്റെ കാരണം നമുക്ക് വലിയൊരു പ്ലാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കിവിടെ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആമേൻ. കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ കേട്ടാൽ ഇവിടെ കാണാൻ പറ്റും. 1, ദൈവത്തിൽ വിശ്വസിക്കണം. 2, എന്നിൽ വിശ്വസിക്കണം. കർത്താവ് ഇത് പറയാൻ കാരണം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കഴിവതും നിങ്ങൾ ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകളോ മറ്റൊന്നും ഈ സൂമിൽ കമൻറ്റ് ചെയ്യാതിരിക്കുക. എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് അങ്ങോട്ട് മാറി പോകുന്നതുകൊണ്ടാണ്. നമുക്കതൊരു വചനം ഇട്ടോ കുഴപ്പമില്ല, അല്ലാത്ത മെസ്സേജുകൾ നിങ്ങൾ ഇപ്പോൾ ഇടരുത്. എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ട്. ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നോക്കിക്കേ, അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. അതായത് യേശു ക്രിസ്തുവിൻ്റെ വരവിനെപ്പറ്റി, 2-ാം വരവിനെപ്പറ്റി കർത്താവ് തന്നെ വെളിപ്പെടുത്തുവാണ്. ഞാൻ വീണ്ടും വരും. അപ്പോൾ യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അനേക വാസസ്ഥലങ്ങൾ, പിതാവിൻ്റെ സന്നിധിയിൽ കോടാനുകോടി യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നവരെ നിങ്ങളെ അവിടെ പോയി താമസിക്കുവാൻ, നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ. അപ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, നമ്മുടെ വീട്ടിലൊരു 4 മുറിയുടെയും 5 മുറിയുടെയും 6 മുറിയുടെയും ഫ്ലാറ്റോ വീടോ ഇങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത്. പിതാവിൻ്റെ കൂടെയുള്ള ഒരു വാസസ്ഥലം. അതെങ്ങനെയുള്ള വാസസ്ഥലമാണ് നമുക്കറിയത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങിങ്ങായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ആ വാസസ്ഥലം കണ്ടിട്ടില്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആ വാസസ്ഥലത്തെ നമുക്ക് അളക്കാനോ നിർമ്മിക്കാനോ കഴിയത്തില്ലെങ്കിലും യേശു പറഞ്ഞു വസിക്കുവാനുള്ളൊരു സ്ഥലമാണ്. ഇത് ഒരുക്കുന്നത് നിങ്ങളല്ല, യേശുവാണ്. അപ്പോൾ ഇത് ഒരുക്കിയിട്ട് നമ്മളെ അങ്ങോട്ട് യേശു ക്രിസ്തു, നിങ്ങൾ നോക്കിക്കേ, പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ നിത്യതയിലേക്കൊരു ടിക്കറ്റ് എടുത്ത് പോകുക എന്നുള്ളതല്ല. നിങ്ങൾ നോക്കിക്കേ, യേശു ക്രിസ്തു വാസസ്ഥലം ഒരുക്കിയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല, ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ നമ്മൾ വീടെല്ലാം നന്നായിട്ട് ഒരുക്കി, റൂമെല്ലാം നന്നായിട്ട് ഒരുക്കി, ആഹാരമെല്ലാം ഒരുക്കിയിട്ട് നമ്മൾ അവരെ ക്ഷണിക്കും അല്ലേ, നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യും അല്ലേ. ഒരു 10 മണിയാകുമ്പോൾ തിങ്കളാഴ്ച എൻ്റെ വീട്ടിലോട്ട് വാ, നമുക്കിന്ന് അവിടെ കിടക്കാം, പിറ്റേ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ച് പിരിയാം. നമ്മളങ്ങനെ ഇൻവൈറ്റ്, നമ്മൾ ആരെങ്കിലും ഒരു ഗസ്റ്റിനെ അവരുടെ വീട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ കിടത്തി നിങ്ങൾ ആഹാരം കൊടുക്കുന്നത് വളരെ റെയർ അല്ലേ. ഞാനിപ്പം വിദേശത്ത് നിൽക്കുക, നിങ്ങളിപ്പം കേരളത്തിൽ നിൽക്കുക, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കത്തില്ല അല്ലേ. നിങ്ങൾ എന്നെ വിളിക്കുമല്ലേ, ബ്രദറെ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരാവോ, നമുക്ക് ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് സന്തോഷത്തോടെ ഒന്ന് പിരിയാം, ഒരു ദിവസം ബ്രദറെ എൻ്റെ വീട്ടിലൊന്ന് കിടക്കണം അല്ലേ. നിങ്ങൾക്കൊരാഗ്രഹം കാണത്തില്ല, അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങനെ എന്നെ ക്ഷണിക്കുമല്ലേ. എന്നാൽ ഇവിടെ യേശു പറയുന്ന വാക്കുകൊണ്ടോ, ഞാൻ അനേക ഭവനങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം നോക്കിക്കേ,
അപ്പം നമ്മളെ കർത്താവ് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുവല്ല, പകരം എന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും യേശുക്രിസ്തു എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരും. ഓ യേശുവേ, ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട ബ്രദറെ. നിത്യതയിൽ പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പല ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുക നിത്യതയിൽ പോകാൻ വേണ്ടി. എൻ്റെ പ്രിയരെ, യേശു വന്ന് നമ്മളെ കൊണ്ടുപോയിക്കോളും, പേടിക്കണ്ട. യേശു വന്ന് നമ്മളെ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. അത് യേശു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ വേണം ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുവാൻ. സമാധാനത്തോടെ വേണം നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുവാൻ. പ്രത്യാശയിൽ നിങ്ങൾ ധൈര്യമുള്ളവർ. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്നാണ് വചനം പറഞ്ഞത്. അപ്പം ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മനുഷ്യനെയും എന്തു ചെയ്യേണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിങ്ങൾ എന്തു ചെയ്യേണ്ട, അവർ നിങ്ങളെ എത്ര നിങ്ങളെത്ര മനുഷ്യൻ നിങ്ങളെ തകർക്കാൻ നോക്കിയാലും, മനുഷ്യൻ തകർക്കാൻ നോക്കിയാലും നിങ്ങൾ ആ വ്യക്തിയെ നോക്കുകയേ വേണ്ട. കർത്താവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുക തന്നെ ചെയ്യും. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ആരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഭാരപ്പെടുന്നവരാകണ്ട. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യേണ്ട, കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെട്ടിരിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും യേശു ക്രിസ്തു നിങ്ങളെ ചേർക്കുവാൻ വരും. യേശു ക്രിസ്തു നിങ്ങളെ ചേർക്കുവാൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ വാക്കുകൊണ്ടോ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തെ വിശ്വസിച്ചാൽ മതി. കർത്താവ് എന്നെ കൊണ്ടുപോകുവാൻ, യേശു ക്രിസ്തു എന്നെ നിത്യതയെ കൊണ്ടുപോകാൻ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെയെങ്കിൽ എന്നെ ദൈവം സെക്യൂറാക്കി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ വാക്കല്ലേ, പരിശുദ്ധ ആത്മാവ് കൊണ്ട് എന്നെ മുദ്രയിട്ടിരിക്കുക ദൈവം. പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്. പല ആൾക്കാരും നിത്യതയെപ്പറ്റി പലപ്പോഴും പല പ്രസംഗങ്ങളും പേടിപ്പിച്ച് വെച്ചിരിക്കുക. നിത്യതയെ പോകണ്ടേ എന്ന് ചോദിച്ച് നമ്മളെ ഭയപ്പെടുത്തുവാണ്. എന്തിനാ ഭയപ്പെടുന്നത്? യേശുവിൻ്റെ കൂടെയുള്ള ജീവിതമാണ് ഈ ഭൂമിയിലും നിത്യതയിലും നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നിങ്ങളെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ സെക്യൂറാണ്. ആമേൻ. നിങ്ങൾ ദൈവസ്നേഹത്തിലും കർത്താവിൻ്റെ കൃപയിലും നിങ്ങൾ വളരണം. നോക്കിക്കേ, 21-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ഉറപ്പിക്കുകയും നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമല്ലോ. ദൈവം നമ്മളെ മുദ്രയിട്ടു. ആത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. നോക്കിക്കേ, ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി. ആമേൻ. എന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിരിക്കുന്നത് എനിക്ക് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് വചനം പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് പ്രവചിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, പകരമോ എന്നെ മുദ്രയിട്ടിരിക്കുന്നത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി. നിങ്ങൾ ആ വാക്കുകൊണ്ടോ, ആ വചനം നമ്മളെപ്പോഴും ദൈവവചനത്തെ ശ്രദ്ധിക്കണമേ. ഈ വാക്കുകൊണ്ടോ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തിലേക്ക് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷ കഴിഞ്ഞ് പോയിരിക്കുന്നത് എനിക്ക് അവിടെ, ഞാനിപ്പോൾ നമ്മുടെ ഈ മാനുഷികമായിട്ടൊന്ന് പറയുവാണേ, ഒരു ഗസ്റ്റ് വരുമ്പം നമ്മൾ മുറിയൊക്കെ നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല പില്ലോയൊക്കെ നന്നായിട്ട് കൊട്ടിക്കുടഞ്ഞ് നമ്മുടെ വീടിൻ്റെ അകത്തെ പൊടിയെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ തൂത്ത് വൃത്തിയാക്കി നല്ല രീതിയിൽ നിങ്ങളാക്കി. അതുകൊണ്ട് യേശുക്രിസ്തു, ഞാനിപ്പോൾ ഉദാഹരണം മാത്രം പറഞ്ഞ് ഇങ്ങനെയല്ല, സ്വർഗത്തിൽ പോയിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുക, പിതാവിൻ്റെ കൂടെയുള്ള വസിക്കേണ്ടതിനുള്ള വാസസ്ഥലങ്ങൾ എനിക്ക് കിടക്കുവാൻ യോഗ്യമായി, എനിക്ക് ഇരിക്കുവാൻ നിൽക്കുവാനൊക്കെ യോഗ്യമായ രീതിയിൽ അതിനെ കർത്താവ് വളരെ മനോഹരമായി സുന്ദരമാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരു ടെൻഷൻ, കർത്താവ് ഈ ഭൂമിയിൽ സാത്താനുണ്ടല്ലോ,
ഈ ഭൂമിയിൽ പ്രതിസന്ധികളുണ്ടല്ലോ. അയ്യോ, അങ്ങനെയെങ്കിൽ അവർ ചിലപ്പം ഈ ഗസ്റ്റുകൾ ചിലപ്പം വഴിയിൽ തകർന്നു പോകാൻ സാധ്യതയില്ലേ? ഇല്ല. എന്നാ ഉറപ്പ്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നോക്കിക്കേ. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങളെ വാക്കുകൊണ്ടോ? ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. ദൈവം നമ്മെ മുദ്രയിട്ടു. ഹല്ലേലൂയ. ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുന്നത്, ദൈവം അവിടെ വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നവരെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ദൈവം നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. ഈ മുദ്ര പിശാച് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സാധാരണ മുദ്രയല്ല ഇട്ടിരിക്കുന്നത്. പിന്നെയോ പരിശുദ്ധ ആത്മാവെന്ന മുദ്ര. പരിശുദ്ധ ആത്മാവെന്ന മുദ്ര നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ബൈബിളിലെ വാക്യം നിങ്ങൾ നോക്കിക്കേ, ആത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങളെ ക്രിസ്തുവേശുവിൽ ഉറപ്പിക്കാൻ. നോക്കിക്കേ, ക്രിസ്തുവേശുവിൽ നിങ്ങളെ ഉറപ്പിച്ചും, ക്രിസ്തുവേശുവിൽ നിങ്ങളെ ഉറപ്പിക്കാനും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നിലനിൽക്കുവാനും കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ വാസസ്ഥലങ്ങളിൽ പോയി സുഖമായി ഇരിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വരവിൽ നിങ്ങൾ ഭയപ്പെടരുത്. പല ആൾക്കാർക്കും ഭയമാണ്. അയ്യോ, കർത്താവ് വരുമ്പോൾ ഞങ്ങളെല്ലാം ഇപ്പം ന്യായവിധിക്കാൻ വേണ്ടി വരും, കർത്താവ് വരുമ്പോഴേക്കും ഞങ്ങളെല്ലാം ഇപ്പം തകർക്കാൻ വേണ്ടി വരും എന്ന് പല ആൾക്കാരും ഭയപ്പെടുമ്പോൾ, പ്രിയരെ, ഇവിടെ നിങ്ങൾ യേശുവിൻ്റെ കൂടെ ആത്മാവിൽ ജീവിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ കർത്താവിന്. അപ്പോൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. പരിശുദ്ധാത്മാവിനോട് കൂടെ നാം ക്രിസ്തുവിൻ്റെ കൂടെ ഇവിടെയും വസിക്കുന്നു. നാളെ നമ്മൾ യേശുവിനെ നേരിൽ കാണും. ഇനി ദൈവാത്മാവ് വിചാരിച്ചാൽ ഈ ഭൂമിയിൽ നമുക്ക് നേരിൽ കാണാൻ പറ്റും കർത്താവിനെ. ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, 14-ാമത്തെ വാക്യത്തിൻ്റെ പുറപ്പാട് പുസ്തകം 14-ാം വാക്യത്തിൻ്റെ 14-ാം വാക്യം കണ്ടോ? യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോൻ കടലിലും മധ്യേ ബാലിനും ഈ വാക്യമല്ല മാറിപ്പോയി. ആമേൻ. നോക്കിക്കേ, ക്രിസ്തു നിങ്ങളെ ഉറപ്പിച്ചും ദൈവത്തിന് അതിൻ്റെ 14-ാമത്തെ വാക്യം വരുന്നു. ഒരു മിനിറ്റ്, ഇത് മൊത്തം ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇത്രയും 14-ാമത്തെ വാക്യം നോക്കി. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട്. നോക്കിക്കേ, 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുക. ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ള വ്യക്തി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും ദൈവം യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. എന്താ ഇവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞറിയാവോ? നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൻ്റെ മുമ്പിൽ പോയി പിറുപിറുക്കരുത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്നാണെന്നറിയാവോ? വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. പിറുപിറുക്കരുത് കേട്ടോ. ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വരുന്നത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. നമ്മളാരും നിത്യതയ്ക്ക് പോകാൻ നിൽക്കുന്നവരല്ല, കൂട്ടിക്കൊണ്ടുപോകാൻ യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരെ. കണ്ടോ? അപ്പോൾ നിങ്ങളിനി വഴിതെറ്റിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അയ്യോ ബ്രദറെ, എങ്ങനെയെങ്കിലും നിത്യതയെ പോകാൻ വേണ്ടി ഞങ്ങൾ ബന്ധപ്പെടരുത് പ്രിയരെ. ഈ ഭൂമിയിൽ യേശുവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കും. പിന്നെ എന്നെ പേടിക്കാനാ? യേശുവില്ലാത്തവരല്ല നിങ്ങൾ, യേശു ഉള്ളവരാ നിങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഇട്ടവരാ നിങ്ങൾ. ഞാൻ 1-2 അറിയിപ്പുകൾ പറയുന്നതായിട്ട് നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പം നിങ്ങൾക്ക് പറയാൻ എനിക്ക് തോന്നുന്നു എല്ലാവരും എത്തിയിട്ടുണ്ട്. യൂട്യൂബിലും മറ്റുമൊക്കെ കാണുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോണം. എല്ലാവരും സൂമിൽ കാണുന്നവർ, എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തന്നൊരു നിയോഗമാണ്. അത് നിയോഗം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പം അവിടെ അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നിഗർ എന്നു പേരുള്ള ഷീമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവിൻ്റെ കൂടെ വളർന്ന മനയൻ, ശൗൽ എന്നീ പ്രവാചകരും ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഈ വചനം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും
ഈ സൂമിലും ലൈവിലും ഒക്കെ കാണുന്നവർ ശ്രദ്ധിച്ചോണേ. ദൈവാത്മാവ് നിങ്ങളെല്ലാവരെയും ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മളൊരു നിയോഗപ്രകാരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. എല്ലാ പട്ടണത്തിലും അന്യഭാഷാ വരം ഉള്ളവർ, ഇനി അന്യഭാഷാ വരം ഇല്ലെങ്കിലും അന്യഭാഷാ വരം ഉള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് ചേർന്ന് മാസത്തിൽ, എനിക്ക് എൻ്റെ ആഗ്രഹം ആഴ്ചയിൽ 4 ദിവസമാണ്. ഇനി ആഴ്ചയിൽ 4 ദിവസം പറ്റിയില്ലെന്നുള്ള എക്സ്ക്യൂസ് ഞാൻ പറയുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, മുന്നോട്ടങ്ങ് പറയുവാണ്. 2 ആണെങ്കിലും 2 മാസത്തിൽ 2 അല്ലെങ്കിൽ ആഴ്ചയിൽ മാസത്തിൽ 4 ആഴ്ചയിൽ 1 ദിവസം നമുക്കെല്ലാവർക്കും കൂടി നിങ്ങൾ ഒരു സ്ഥലത്ത്, ഇപ്പം ഉദാഹരണമായിട്ട് ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ കൂടാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞ വലിയ ആവേശമല്ല നമുക്ക് വേണ്ടത്. ഇതൊരു നിയോഗമാണ്. അന്യഭാഷാ വരവുള്ളവരും ഇല്ലാത്തവരും, അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ അന്യഭാഷയാണ്. അന്യഭാഷാ വരം ഇല്ലാത്തൊരു എക്സ്ക്യൂസ് അല്ല. നിങ്ങൾക്ക് അന്യഭാഷാ വരത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനയുടെ കൂടെ പോയിരുന്നാൽ തന്നെ അന്യഭാഷാ വരം തന്നെ നിങ്ങൾക്ക് കിട്ടും. അതൊന്നും നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. അപ്പം ഓരോ പട്ടണത്തിലും നമ്മളത് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നമ്മളൊരു ഹോളോ ഒരു മുറിയോ അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ വാടകയ്ക്ക് എടുക്കും. അതിൻ്റെ വാടക കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ തന്നെ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതല്ല. ആർക്കെങ്കിലും വിതയ്ക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിതയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ ആ നിയോഗം ഏറ്റെടുക്കുവാണ്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി ആയതുകൊണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയും. ഇപ്പം കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ കൂട്ടായ്മയിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ, അവിടെ വന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷം ഞാൻ ഗ്രൂപ്പുകളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ എല്ലാ പട്ടണത്തിലും, ലോകത്തിൻ്റെ ഏത് കോണിലായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, ഏത് രാജ്യത്തിലായിക്കോട്ടെ, ഏത് രാജ്യത്താണെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുക. അവിടെ ഒരു ഹോളിൻ്റെ റെൻറ്റ് അത് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിയോഗമുണ്ട്, ബ്രദറെ ഞാൻ കൊടുക്കാം. ഇത് തുടങ്ങിയിട്ട് മുറിഞ്ഞു പോകാൻ വേണ്ടിയല്ല. ഈ നിയോഗം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വേർതിരിക്കാൻ വേണ്ടി പോവുക. എത്ര പേര് അതിനു വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ആഗ്രഹിക്കുന്ന 2 പേരെ വരുന്നുള്ളെങ്കിൽ പോലും ആ 2 പേരെ വെച്ചു വരുന്ന മാസത്തിൽ നമ്മൾ എത്ര പേര് ആഗ്രഹമുണ്ട്? കൊല്ലം, കോട്ടയം, ഞാൻ പിന്നെ വീടുകൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നെങ്കിലും പിന്നീട് ഞാൻ ഓർത്ത് വീടുകളിൽ പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭവനത്തിൻ്റെ അകത്ത് പലപ്പോഴും നിങ്ങൾ പല അന്തരീക്ഷങ്ങളാണ്. ചിലപ്പം ഹസ്ബൻഡും മക്കളും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പ്രൈവസി വിഷയമുണ്ട്. പിന്നെ നിങ്ങൾ കൂടുന്ന സഭകൾ എല്ലാം ഓരോരോ എക്സ്ക്യൂസുകൾ നമുക്ക് ഒത്തിരി ഉണ്ട്. പക്ഷേ ഒരു സ്ഥലം ഞാൻ അതിനുവേണ്ടി ഒരുക്കാൻ പറഞ്ഞത് കാര്യം വെച്ചാൽ, വീടാകുമ്പോൾ നമുക്ക് ആൾക്കാർ സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും വന്ന് കൂടുന്നത് നല്ലതായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് ഭാവിയിൽ ചിലപ്പം നമുക്കത് നിങ്ങൾക്ക് തന്നെ നാളെ നമുക്കിതൊരു മുന്നോട്ട് പോകാൻ വേണ്ടിയ ഒരു നിയോഗമാണ്. ഇനി വീടിൻ്റെ സൈഡിൽ വല്ലോ ചായ്പുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൊടുക്കുക. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ഒരു സഭയ്ക്ക് വാടകയ്ക്ക് കൊടുത്തത്. പണ്ടൊരു വിശ്വാസ കൂട്ടത്തിന് എന്താ പറഞ്ഞത്, ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. ചെറിയ ഒരു ചായ്പ, അത് പ്രാർത്ഥനക്കാർക്ക് വേണ്ടി. അവർക്ക് ഒരു ഹോളും കിട്ടാത്തതുകൊണ്ട് പണ്ട് ഞങ്ങൾ നിസാര പൈസയ്ക്ക്, അന്ന് വീട്ടിൽ ഭയങ്കര ഞെരുക്കത്തിൽ കടന്നു പോയപ്പോൾ വാടകയ്ക്ക് കൊടുത്താണ് ഞങ്ങൾ യേശുവിലേക്ക് വന്നത്. കണ്ടോ, അങ്ങനെ കൊടുത്തപ്പോഴാണ് ഞങ്ങൾ യേശുവിലേക്ക് വരാൻ ഇടയായി തീർന്നത്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അവർ വന്ന് അവിടെ ആരാധിക്കാൻ തുടങ്ങി, കുടുംബത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ യേശുവിലേക്ക്, ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിലേക്ക് വന്നതാണ്. അപ്പം ഏത് ജില്ലയിലും അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. അടുത്ത മാസം ഇത് നിയോഗമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ അന്വേഷിക്കുക, എല്ലാ ജില്ലക്കാരും അന്വേഷിക്കുക. തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, കണ്ണൂർ, പാലക്കാട്, ഏത് ജില്ലക്കാരാണോ ഇത് അന്വേഷിക്കുക. നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ, ഏറ്റവും കുറഞ്ഞ 2, അതിൽ കുറയാൻ പറ്റത്തില്ല, നിങ്ങൾ ഇരിക്കുക. അന്യഭാഷയിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ, ഇനി നീണ്ടു പോവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക. അപ്പം നമ്മളൊരു റൂമോ വാടകയ്ക്ക് ഹോളോ അന്വേഷിക്കുക. പ്രൈവസി ഉള്ള ഹോളായ നല്ലത്. കാര്യം നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കും, ചിലപ്പം ഒച്ചയൊക്കെ കൂടേണ്ട സാധ്യത വരും. ഞാൻ വിശ്വസിക്കും ചിലപ്പോൾ ദൂതന്മാർ ചിലപ്പോൾ എൻകൗണ്ടർ ഉണ്ടാവും. കർത്താവിൻ്റെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് ദൈവാത്മ നിയോഗമാണ്. ദൈവാത്മാവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി ആൾക്കാരെ വേർതിരിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ ദിവസങ്ങളിൽ, ഇന്ന് ഇതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ കാണുന്നവരുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സൂമിൽ കയറാൻ സ്വാതന്ത്ര്യമില്ലായിരിക്കാം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ല ബ്രദറെ എനിക്കും വന്ന് ഇത് പങ്കുചേർന്നുണ്ട്, എനിക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കും അവിടെ വരാം. വെറുതെ ഒരു ഫോർമാലിറ്റി അല്ല. നിങ്ങളവിടെ വരുന്നവർ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വരിക.
ഇതിനി വന്നതിന് ശേഷം ആളുകൾ ആദ്യം വരുന്ന ആൾക്കാർ അങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങിക്കണം. വർത്തമാനമൊന്നും പറയാൻ നിങ്ങൾ നിൽക്കുകയേ വേണ്ട. ദൈവാത്മാവ് നിങ്ങളെ വേർതിരിക്കുവാനുള്ള പദ്ധതിക്കകത്തോട്ടാണ് നാം കയറുന്നത്. അപ്പം തയ്യാറായവരെന്ത് ചെയ്യുക? എല്ലാ ജില്ലയിലും എല്ലാ പട്ടണത്തിലും, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളവർ, കുവൈറ്റിലൊക്കെ ഉള്ളവർ, ദുബായിലും സൗദിയിലും ഒക്കെ ഉള്ളവർ, എനിക്ക് അവിടെ ഹോളോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും കൂടാൻ പറ്റുന്നത്. ഇനി അങ്ങനെ കൂടാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു സൂം പ്രയർ അത് നമ്മുടെ ലിങ്കിൽ തന്നെ കയറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എവിടെയാണ് ഇന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ നമ്മളതെല്ലാം അന്വേഷിക്കുക, എല്ലാ പട്ടണത്തിലും. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മുൻനിരയിൽ നിൽക്കുവാൻ 1-2 ആൾക്കാരെ ആവശ്യമുണ്ട്. അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളവിടെ പ്രാർത്ഥന ആരംഭിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനും സൗകര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നു, ലൈവിൽ നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യും. ആ സമയത്ത് ലൈവ് പ്രയറിൽ സൂമിലായിക്കോട്ടെ, സൂമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മീഡിയയിലൂടെ നിങ്ങളുടെ ഒപ്പം ഞാൻ ലൈവിൽ എനിക്കറിയത്തില്ല എത്രത്തോളം ഇത് എന്താ പറയുന്നത്, പല രാജ്യത്ത് പല സമയത്ത് പല രീതിയിലാണെങ്കിലും സുവിശേഷത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടും നമ്മുടെ ജീവിതത്തിൽ വിതയാണ്. അതെൻ്റെ മേലും തലമുറകളുടെ മേലും എല്ലാം അത് അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ ഈ നിയോഗം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാൻ ഒരാളെ ഉള്ളെങ്കിലും നമ്മൾ പട്ടണങ്ങളിൽ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിൽ ആശ്രയിച്ച് അടുത്ത മാസം, നീണ്ടുപോകാൻ പറ്റില്ല, അടുത്ത മാസം തന്നെ അത് ആരംഭിക്കും. അപ്പോൾ നാളെ തന്നെ ഹോളുകൾ അന്വേഷിക്കുക. ഇഷ്ടംപോലെ ഹോളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കോട്ടയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ധ്യാനകേന്ദ്രം, ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ തന്നെ നമ്മൾ അന്നെടുത്ത ഹോള്, എനിക്കൊന്ന് അവിടെ കുറേ ഹോളുകൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ലൊരു സ്പോട്ടാണ്. അതില്ലെങ്കിൽ എല്ലാവർക്കും എത്താൻ പറ്റുന്ന സൗകര്യപ്രദമായ ഹോളുകൾ ഉണ്ടെങ്കിൽ ഉണ്ട് ഉറപ്പായിട്ടും. നമുക്ക് ദൈവം ഒരിക്കലും വിരിച്ചൊരുക്കിയ മാളിക മുറിയുണ്ട്. നിങ്ങൾ ചോദിക്കുക, അത് അന്വേഷിക്കുക. അതിൻ്റെ എന്താണോ അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ റെൻ്റ് എന്താണോ ഞാനത് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ നിയോഗമുള്ളവർക്കും വിതയ്ക്കാം. ഇനി ആർക്കെങ്കിലും ഇതുപോലെ ഹോളുകളുണ്ട്, ബ്രദറെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം വിട്ടുതരാൻ എനിക്ക് തയ്യാറാണ് പറയുന്നവരുണ്ടെങ്കിൽ സന്തോഷം. എന്നോട് ബന്ധപ്പെടുക. എന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രെയർ ലൈനിലേക്ക് ഇത് ബന്ധപ്പെടുക. എനിക്കൊരു ഹോളുണ്ട്, എനിക്കത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയണം. ഇത് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾ മാറ്റരുതേ. ഇത് മുന്നോട്ട് ദേശത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിയെന്ന് പൗലോസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഉപദ്രവത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. സുവിശേഷ വിരോധികൾ, ഉപദ്രവകാരികളായി മാറുന്ന സമയം. ഇന്ത്യയിൽ മാത്രമല്ല, നൈജീരിയയിലൊക്കെ നമ്മൾ കൊണ്ട് 100 ആയിരക്കണക്കിന് വിശ്വാസികളെ അവർ ചുട്ടുകൊല്ലുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടല്ലേ, ചുട്ടുകൊന്നു കളയുന്ന വാർത്തകൾ. അപ്പോൾ സുവിശേഷം ശക്തിപ്പെടണം. യൂറോപ്പിൽ പല രാജ്യങ്ങളിലും പള്ളികൾ, ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തൊക്കെ പള്ളികൾ, വിശ്വാസ വീരന്മാർ, നമുക്കറിയാം ഇന്ന് മിഷണറിമാർ എത്ര വില കൊടുത്ത് പണിത ആലയങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ സങ്കടത്തോടെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ചർച്ച്, വളരെ പഴക്കമുള്ളൊരു ആരാധനാലയം നമ്മൾ പോയി നോക്കി. പക്ഷേ അത് വെറും 1 പൗണ്ടിന്, അതായത് നാട്ടിലെ 100 രൂപയ്ക്ക് അതെന്ത് ചെയ്തു, അത് പൊളിക്കുവാൻ അവർ വിട്ടുകൊടുത്തു. ആലോചിച്ച് നോക്കി. അത്രയും മനോഹരമായി ഒരു കാലത്ത് അനുഗ്രഹിച്ചിരുന്ന പള്ളികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധന കുറയുമ്പോൾ പിശാച് ശക്തിപ്പെടും. ആരാധന എവിടെ കുറയുന്നോ ലോകത്തിൽ പിശാച്. സഭ എവിടെ വളരുന്നോ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എവിടെ വളരുന്നോ അവിടെ സാത്താൻ അനങ്ങാൻ കഴിയത്തില്ല, അവൻ്റെ പ്രവൃത്തികൾക്ക് അനങ്ങാൻ കഴിയത്തില്ല. സഭ ശക്തിപ്പെട്ടാൽ നിങ്ങൾ പേടിക്കുക വേണ്ട. നിങ്ങൾ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവ് നിയോഗത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട. നന്മയും കരുണയും നിങ്ങളുടെ പുറകെ വരും. ഞാൻ ആ നിയോഗം അങ്ങനെ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുകയാണ്. പല രാജ്യത്തിൽ US ഉള്ളവർ നിങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പുകൾ നമുക്ക് നിർമ്മിക്കാൻ, എനിക്കിപ്പോൾ തന്നെ ഒത്തിരി ഗ്രൂപ്പ് നമ്മുടെ വാട്സാപ്പിലുള്ളത് കൊണ്ട് എനിക്ക് 100 കണക്കിന് അല്ലെങ്കിൽ 100 അതിൽ കണക്കിന് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പുകൾ ഇനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അസാധ്യമാണ്. അതിനേക്കാൾ നമുക്കൊരു വഴി കണ്ടെത്തണം. ഓരോ പട്ടണത്തിലും ഓരോ ജില്ലയിലും നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈ മാസങ്ങളിൽ തന്നെ അത് ക്രമീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ ആളുകൾ മുന്നോട്ട് വരണം. അത് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ബന്ധപ്പെടുന്നതായിരിക്കും, നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിൻ്റെ മുൻനിരയിലേക്ക് ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കയറി വരട്ടെ. അതിന് കഴിവൊന്നും ആവശ്യമില്ല. ബ്രദർ എനിക്ക് ബൈബിൾ പാണ്ഡിത്യം ഒന്നും വേണ്ട. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? നിങ്ങളെ ദൈവത്തിന് ആവശ്യം. നോക്കിക്കേ, പൗലോസും ബർന്നബാസും ശൗലും എന്ന് പറഞ്ഞാൽ പൗലോസിനെ പറ്റി പറഞ്ഞത്, ബർന്നബാസും ശൗലും. നോക്കിക്കേ, ഈ വചനം നോക്കിയിട്ട് നിങ്ങൾ കേട്ടെ. കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. കണ്ടോ, പ്രാർത്ഥിക്കുന്നവനെ പരിശുദ്ധാത്മാവിന് വേണം.
കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവനെ പരിശുദ്ധാത്മാവിന് വേണം. അങ്ങനെയെങ്കിൽ ആ ഒരു നിയോഗത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുക. ഭയങ്കരമായിട്ടുള്ള ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കും. ദേശങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങളിൽ വിടിവിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിസ്സാര കാര്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഒരു പഴയ ചിത്രം എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. കാരണം ഞാൻ കോട്ടയത്തൊരു പുതുപ്പള്ളി സ്ഥലത്തുമുണ്ട്. നിങ്ങൾ അവിടെ ഞാനൊരു വീടിൻ്റെ ഒരു എറമ്പത്ത് മുറ്റത്ത് ഒരു പടുത വലിച്ചു കെട്ടി കുറേ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാർത്ഥന വെക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ. ഞാനിപ്പോൾ കഴിഞ്ഞിടെ ഞാൻ യാദൃശ്യമായിട്ട് ആ ഫോട്ടോ കണ്ട്. തുടങ്ങിയത് എവിടുന്നാണ് ദൈവം നോക്കുന്നത്. അത് വലിയ സന്തോഷത്തോടെ ഞാനും നമ്മുടെ ടിനു ബ്രദറും ഒക്കെ അത് ചെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെ കിട്ടിയാൽ കർത്താവ് അങ്ങ് എടുത്ത് ഉപയോഗിക്കും പ്രിയരെ. പക്ഷേ ദൈവത്തിന് ഒറ്റ നോട്ടമുള്ള ആരാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ പട്ടണത്തിലും നിങ്ങൾ കേട്ടെ, കോട്ടയത്ത്, തിരുവല്ല, ഏതാണ് നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയിലുള്ള ആളുകളുള്ളത്, എനിക്കൊന്ന് ഒട്ടുമുക്കാലും ജില്ലയിൽ ഇപ്പം ദൈവകൃപയാൽ നമ്മൾ ഒട്ടുമുക്കാലും ജില്ലയിലും ഒട്ടുമുക്കാലും രാജ്യങ്ങളിലൂടെ പങ്കുചേരുന്നവരുണ്ട്. സൂമിൽ മാത്രമല്ല, ഫേസ്ബുക്കിൽ, യൂട്യൂബിലും, മറ്റ് ഇൻസ്റ്റഗ്രാമിലെല്ലാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം നിങ്ങളെല്ലാവരും ഇത് കഴിയുമ്പോൾ ഞാൻ പ്രെയർ ലൈൻ നമ്പർ ഏറ്റവും അവസാനം കാണിക്കുക, അതിലേക്ക് നിങ്ങളത് ബന്ധപ്പെടുക. ഉടനെ തന്നെ ഹോളുകൾ അന്വേഷിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമുള്ള, ചിലപ്പോൾ ശബ്ദം വെച്ചിട്ട് കൂടിയെന്നിരിക്കും, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിന്നൊക്കെ പോയെന്നിരിക്കും. അപ്പോൾ പിന്നെ വന്ന് ഒച്ചയാണ് ബഹളമാണെന്നൊക്കെ പറയുന്ന ഹോളൊന്നും വേണ്ട. കാര്യം ഇച്ചിരി കൺട്രോൾ പോകും. പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അവരന്യഭാഷയിൽ ഉറക്കെ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ പെരുന്നാളിന് കൂടാൻ വന്നിരിക്കുക യെരുശലേമിൽ, പെന്തക്കോസ്ത് പെരുന്നാൾ. അവിടെ ബാൻഡ് സെറ്റും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഇവരുടെ ഈ 120 പേരുടെ ഒച്ച ആയിരക്കണക്കിന് ആളുകളെ തൊടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നാവ് വെളിപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മ നിയോഗത്തിനായി നിൽക്കണം. അപ്പം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് UK ഉള്ളവർ എല്ലാവരും എല്ലാവരും ഒന്ന് ചാർജ് ആയിക്കോണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി ദേശത്ത് ഉണർവിൻ്റെ കാറ്റിനെ ദൈവം നമ്മുടെ മേലെ അടിപ്പിച്ചിരിക്കുന്നു. അടിക്കാനൊന്നും പോലെ അടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു. അപ്പം നാളെ മുതൽ ഞാൻ വാട്സാപ്പ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഹോളുകളുടെ കാര്യങ്ങളും ക്രമീകരണങ്ങളും നിങ്ങൾ ആരംഭിച്ചോണം. എൻ്റെ ആഗ്രഹമാണ് എല്ലാ പ്രാർത്ഥനാ സമയത്തും നിങ്ങളോടൊപ്പം ലൈവിൽ ആ സ്ഥലങ്ങളിൽ കൂടി വരുവാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പ്രൊഫറ്റിക്കലി അല്ലാതെ എല്ലാം നമ്മളോട് സംസാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ നിയോഗത്തിന് നന്ദി പറയുന്നു. ഇന്ന് തന്നെ, നാളെ തന്നെ നിങ്ങളത് അന്വേഷിക്കുക. ഓരോ പട്ടണത്തിൻ്റെ അകത്തും അത് ക്രമീകരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കർത്താവ് നന്ദി അപ്പ. ഗോഡ് ബ്ലസ്. അപ്പോൾ ഇതാണ് ഞാനത് പറയാൻ വേണ്ടിയിരുന്നത്. എല്ലാവരും കൂടെ വന്നിട്ട് പറയാൻ വേണ്ടിയിരുന്നതാണ്. കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി. ആമേൻ. ഒഴിഞ്ഞു മാറുന്ന, ഞാൻ ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ ബ്രദർ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം എന്താ ബ്രദറിന്, എനിക്ക് ഒരു നിർബന്ധമില്ല. നിർബന്ധം ഇതിൻ്റെ അകത്തില്ല. ആഗ്രഹമാണ്. കഴിവ് വേണ്ട, ആഗ്രഹം മതി. ആഗ്രഹമുള്ളവർക്ക് ബന്ധപ്പെടാം. അതിൻ്റെ കോസ്റ്റ് വിതയ്ക്കുവാൻ കർത്താവ് ഇടയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളതൊന്നും ഓർത്ത് ഭാരപ്പെടരുത്. ഇനി അതെങ്ങാനും എൻ്റെ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ മേലേക്ക് വരുമെന്നുള്ള ഫാമേഷൻ ആർക്കും വേണ്ട. ആർക്കും ആ ഭാരമൊന്നും വേണ്ട. ഏറ്റെടുത്താൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ഉപയോഗിക്കും. ആമേൻ. നമുക്ക് പിന്നെയും വചനത്തിലേക്ക് അങ്ങ് പോവാം. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, പല ജില്ലയിലുള്ളവർ മെസ്സേജ് അയക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് തന്നെ ക്രമീകരിക്കാം. പല ജില്ലയിലുള്ളവർക്ക് ചിലപ്പോൾ ദൂരക്കൂടുതലുണ്ടെങ്കിൽ നമ്മളത് രണ്ടായിട്ടൊക്കെ തിരിക്കും. അതൊക്കെ നമ്മൾ ആ നിയോഗം പോലെ നമുക്കത് ചെയ്യാവുന്നതാണ്. മിക്ക ജില്ലയിലുള്ളവർ, കഴിഞ്ഞ ദിവസമൊക്കെ തൊടുപുഴ, മൂവാറ്റുപുഴ, ഇടുക്കിയൊക്കെ ഉള്ളവർ, പല ഭാഗങ്ങളിലുള്ളവരൊക്കെ ഉണ്ട്. പാലയിലുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പം കോട്ടയത്തോട്ട് വരാൻ നിങ്ങൾക്ക് മാക്സിമം ശ്രമിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഒരു ക്രമീകരണം ചെയ്യാം. തിരുവനന്തപുരത്തുമൊക്കെ തീർച്ചയായിട്ടും നിങ്ങളത് തിരുവനന്തപുരത്ത് എവിടെയാണോ നിങ്ങൾ അന്വേഷിച്ച് എനിക്ക് വന്നത്, ആൾ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമുക്ക് ചിലപ്പോൾ ഇടം പോരാതെ വരുവാണെങ്കിൽ ചെറിയ ഹോളുകൾ പറ്റത്തില്ല, പക്ഷേ വലിയ ഹോള് വേണം. അതിനുള്ള ക്രമീകരണങ്ങൾ വേണ്ടി വരും. അപ്പം നമ്മുടെ ഇടയിൽ തലമുറകളെ ഒന്ന് നിങ്ങൾ ഒരുക്കണം. നമുക്ക് ചിലപ്പോൾ സഹായത്തിന് നമ്മുടെ തലമുറകളെയൊക്കെ വേണ്ടി വരും. അവരെയൊക്കെ അങ്ങ് കർത്താവിന് വേണ്ടി അങ്ങ് വിതയ്ക്കുക. തലമുറകളെയൊക്കെ യേശുവിന് അങ്ങ് കൊടുക്കുക, വിതയ്ക്കുക. ദൈവം അങ്ങ് എടുത്തുകൊണ്ട് പൊക്കോട്ടെ അവരെല്ലാം. തമ്പുരാൻ തൊട്ടാൽ പിന്നെ ആർക്കാ പിന്നെ എന്താ, ഒരു കുഴപ്പമില്ല. കർത്താവിന് വേണ്ടി അങ്ങ് കൊടുക്കുക തലമുറകളെ. ഒന്നും പേടിക്കരുത്. ദൈവത്തിൻ്റെ കയ്യിലോട്ട് കിട്ടിയാൽ, പരിശുദ്ധാത്മയുടെ കയ്യിലോട്ട് തലമുറയെ കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഒന്നിനെപ്പറ്റിയും ഭാരം വേണ്ട. അവരെ ദൈവം ഏറ്റവും ശക്തമായി മനോഹരമായി ദൈവം ഉപയോഗിച്ചോളും. തീർച്ചയായിട്ടും നിങ്ങൾ കോഴിക്കോടും ഒക്കെ ഉള്ളവർ നിങ്ങളെല്ലാ സ്ഥലങ്ങളെയും കമൻറ്റ് ചെയ്യേണ്ട. നാളെ മുതൽ ഞാൻ ഹോളിൻ്റെ കാര്യം ചോദിക്കുമ്പം നിങ്ങൾ ഓരോ സ്ഥലത്തുള്ളവർ എന്നോട് പറയണം. ഞാൻ കണ്ടെത്തി തൊടുപുഴയിൽ നടത്താൻ സൗകര്യമുണ്ട്. ഓക്കെ, തൊടുപുഴയിലുള്ളവർ അത് ക്രമീകരിക്കുക. അവിടെ എങ്ങനെയാണോ വരാൻ പറ്റുന്നവർ അന്യഭാഷയിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കണം. അന്യഭാഷ വരവില്ലാത്തവരും കൂടെ കൂടിക്കണം.
മുടക്കരുത് കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് അവർ അന്യഭാഷ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്, നമ്മുടെ കൂടെ പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവ് നിങ്ങളെ പകർച്ചയിലേക്ക് കൊണ്ടുവരും. അന്യഭാഷ വരം നിങ്ങളുടെ കർത്താവ് യേശു നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ് വരും ദിവസത്തിൽ ഒന്നും എടുക്കുന്നുണ്ട്. അന്യഭാഷയെ പറ്റി എങ്ങനെയാണ് അന്യഭാഷ നമ്മളിലേക്ക് വരുന്നതെന്നുള്ള ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. എറണാകുളത്തുണ്ട് സിസ്റ്ററെ, നിങ്ങൾ തിരുതരാതിന് കമൻറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളെപ്പറ്റി. എറണാകുളത്തും എല്ലാ പണ്ടത്തിലും നിങ്ങൾ പല ഉൾപ്രദേശമുണ്ട്. ഇപ്പോൾ ടൗണുകളല്ലാതെ ഉൾപ്രദേശത്ത് എത്താൻ പറ്റാത്ത അവരെല്ലാം കൂടുക. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് അങ്ങ് പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ സിസ്റ്ററെ, ഹൈദരാബാദ് എന്നല്ല, ഡൽഹി എന്നല്ല, ലോകത്തിൻ്റെ ഏത് കോണിലും 2 പേരെ കൂടാനുള്ള മതി. ആ 2 പേര് മതി. 2 പേരെങ്കിലും വേണം. കാര്യം ഒരാൾ പോരാ. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഒരുവനേക്കാൾ 20 നല്ലതെന്ന് സഭാപ്രസംഗി പറയുന്നു. 1 or 2 പേർ എൻ്റെ നാമത്തിൽ. അപ്പോൾ 2 പേര് വേണം. ഒരാൾ ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് സഭാപ്രസംഗം ഒരുവനേക്കാൾ നല്ലത് 20 ഒരുത്തൻ വീണാൽ മറ്റവൻ താങ്ങും. അതാ 2 പേര്. ആമേൻ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ആ വചനത്തിലേക്ക് ഒന്ന് പിന്നെയും പോകാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു നമ്മളെ ചേർക്കാൻ വേണ്ടി വരും പ്രിയരെ. അപ്പോൾ യേശു ചേർക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളോട് ഇപ്പോൾ യേശുവിൽ ഉണ്ട്. യേശു പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എങ്ങനെ? ആത്മാവായി. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. യേശു നമ്മുടെ ഉള്ളിൽ ആത്മാവായി, അതായത് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ, ഭാവത്തിൽ എൻ്റെ ഉള്ളത്തിൽ യേശു ക്രിസ്തു വസിക്കുന്നു. എന്നാൽ കർത്താവ് വീണ്ടും വരുന്നത് അങ്ങനെയല്ല. നമുക്ക് നേരിൽ കാണാൻ പറ്റും. ആകാശമേഘത്തിൽ അവൻ ആകാശത്തെ കീറി മുറിച്ച് ദൂതന്മാരുമായി ഒരുക്കി വച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് നിങ്ങളെയും എന്നെയും താമസിപ്പിക്കേണ്ടതിന് യേശു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് യേശുവില്ലേ? ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ എൻ്റെ ഉള്ളത്തെ മുദ്രയിട്ടിരിക്കുക. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് മോശ മുഖാന്തരം പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ ഭാരപ്പെടരുതേ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യുദ്ധം വന്നാൽ, പ്രശ്നം വന്നാൽ ഉടനെ പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ ദൈവത്തിൻ്റെതാണ്. കണ്ടോ? ഹല്ലേലൂയ. അപ്പം നിത്യതയെക്കുറിച്ച് ആർക്കെങ്കിലും ഭയമുണ്ടോ? ഇന്ന് പ്രിയ സഹോദരി, ഇന്ന് വുമൺസ് മീറ്റിങ്ങിൽ എടുത്തപ്പം നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലേ? നമ്മുടെ ഉള്ളത്തിൽ പലപ്പോഴും ദൈവസ്നേഹം നമുക്കില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ദൈവസ്നേഹം നൽകിയിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. കാര്യം യേശുക്രിസ്തു നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ മറ്റൊരു വ്യക്തി നമ്മളെപ്പറ്റി കുറ്റം പറയരുത്. ആ വ്യക്തി വലിയ കർത്താവേ അങ്ങയുടെ നാമത്തിൽ നിന്നിട്ട് ആ വ്യക്തി എനിക്കൊരു ശല്യമായിരുന്നു നമ്മളെപ്പറ്റി ഒരാൾ പറയരുതേ. നിങ്ങൾ നിമിത്തം മറ്റൊരു വ്യക്തിക്ക് മുറിവേൽക്കരുതേ. നിങ്ങൾ നിമിത്തം മറ്റൊരാൾക്ക് യേശുവിന് അത് വിഷമം ഉണ്ടാക്കും. കർത്താവ് നമ്മളെ ചേർക്കുവാൻ വേണ്ടി വരുന്ന എത്ര നല്ല സ്നേഹം. എനിക്ക് വേണ്ടി ഭവനം ഒരുക്കിയിട്ട് നീ ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അയക്കുന്ന യേശുവിനെ അല്ല ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കിക്കേ, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ ചേർത്തുകൊള്ളും. ഞാൻ വന്ന്, നിങ്ങളെ വാക്കുകൊണ്ടോ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ അകത്ത് യേശു കർത്താവ് പറയുന്ന വാക്കുകൊണ്ടോ? ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്ന് എന്നെ എന്തു ചെയ്യും? എന്നെ ചേർക്കുവാൻ വരുന്നു. ഹല്ലേലൂയ. ഇതാണ് നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്ര. ഇവിടെ എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാവോ? ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കും. പക്ഷേ പല ആൾക്കാർക്കും വിശ്വാസമില്ല. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പോകാൻ വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എന്തു ചെയ്യുന്നു? കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയെ പോകാൻ വേണ്ടി ഭയങ്കര ഫൈറ്റ് ചെയ്യും. പ്രിയരെ, ഫൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളല്ല, യഹോവയാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, വല്ല വിധേനയും ക്രിസ്തുവിൻ്റെ. അപ്പോൾ നമ്മുടെ ചിന്തയിൽ പൗലോസ്ലീഹ സ്ട്രഗിൾ ചെയ്യുവാണ്. അല്ല, ഈ ലോകത്തിൻ്റെ അതും ഇതും കാര്യങ്ങളിലേക്ക് വെറുതെ ഇൻവോൾവ് ആകാതെ കർത്താവിൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണ് വല്ല വിധേനയും എന്ന വാക്കോടെ പറയുന്നത്. പൗലോസ്ലീഹായ്ക്ക് നമ്മൾ ഈ കാണുന്ന പോലെ നിസാര വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അദ്ദേഹത്തിന് ക്രിസ്തുയേശുവിൽ വളരുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. കർത്താവിൽ വളരുവാനും അതാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൽ നമ്മൾ വളരണം. അപ്പം നമ്മുടെ അകത്ത് ആദ്യം ഭയം വിട്ടുമാറണം.
എന്താണ് ഈ ഭയമെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ഒന്നെന്നെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ സെക്യൂറാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് എനിക്ക് മറ്റുള്ളവനെ ദ്രോഹിക്കാനോ മറ്റുള്ളവനെ തകർക്കുവാനോ ഉള്ള മനസ്സ് എൻ്റെ അകത്ത് വേണ്ട. പകരം ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് നമ്മൾ. കണ്ടോ, നമുക്കറിയാം ഈ വിദേശത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി പ്ലാനുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർ മാക്സിമം ഈ പോലീസ് കേസിലൊന്നും പെടാതെ എന്ത് ചെയ്യും അല്ലേ, മാറി മാറി നടക്കും. മദ്യപാനികളായ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, അടിപിടിക്കാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, വിദേശത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ പോയി കൂടരുത് നമ്മൾ വാണിംഗ് കൊടുക്കുമായിരുന്നു. അതിൻ്റെ എന്താ, നിനക്ക് വിസ വരാൻ വേണ്ടി ഇരിക്കുക. നീ അവരുടെ കൂടെ എന്തിനാണ് പോകുന്നത്? കാര്യം അവർ അടിപിടി ഉണ്ടാക്കി പോലീസ് കേസായി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ യാത്ര തീർന്നു. ഇതേപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ഒരു ബോധം വേണേ. ഞാൻ മറ്റുള്ളവരോട് ഗുസ്തി പിടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല, പകരം ദൈവസ്നേഹം ലോകത്തിൽ അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവനാ. പക, പിണക്കം, ശാഠ്യം, ദ്വന്ദ്വപക്ഷമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പരിശുദ്ധാത്മാവേ ഈ സ്വഭാവത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം. ധൈര്യമായിട്ട് പറഞ്ഞു. എൻ്റെ സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് എന്നെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ പറയണമേ, യുദ്ധം എൻ്റേതല്ല, യഹോവയുടേതാണ്. ആ രോഗവിഷയത്തോട് പറയണം, ഈ വിഷയത്തിൽ ഞാൻ തകർന്നു പോകത്തില്ല. ആ കടന്നു പോകുന്ന പ്രതിസന്ധിയോട് പറയണമേ, ഇവിടെ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, പകരം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ തകർന്നു പോകത്തില്ല. അപ്പോൾ പ്രതിസന്ധികളിൽ നമ്മൾ തകരത്തില്ല എന്ന് പറയാൻ കാരണം, ഞാൻ പലപ്പോഴും നിങ്ങൾ ഈ ബൈബിൾ വചനം ശ്രദ്ധിക്കുമ്പോൾ, വചനധ്യാനം നമ്മൾ പറയുന്ന സമയത്ത് എപ്പോഴും പറയും, ദൈവത്തിൻ്റെ ഉറപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൽ എല്ലാ കമ്പനിക്കാർക്കും വാറൻറ്റി ഉണ്ടല്ലേ, ഗ്യാരൻറ്റിയും വാറൻറ്റിയും ഉണ്ട്. നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ 1 ഇയർ വാറൻറ്റി അവർ തരും അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം ഇവിടെ മേടിച്ചു. ഒരു സാധനം ഇവിടെ മേടിച്ച സമയത്ത് അത് ഈ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു വാക്യൂം ക്ലീനർ ഞാൻ മേടിച്ചു. അത് മേടിച്ച് ഏകദേശം എനിക്ക് വന്നതൊരു 1 ഇയർ അവർ വാറൻറ്റി തരുന്നുണ്ട്. 1 ഇയർ വാറൻറ്റി, എനിക്ക് 1 ഇയറോ 3 ഇയറോ വാറൻറ്റി വേണ്ട. അപ്പോൾ അത് മേടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഞാനത് ഉപയോഗിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു ഉപയോഗിക്കുന്ന ആ ഒരു വാക്യൂമിൻ്റെ ഒരു സാധനം ഊരിപ്പോവുക, അതിൻ്റെ പൈപ്പ് ഊരിപ്പോവുക. അപ്പോൾ അത് 2-3 പ്രാവശ്യം ഓർത്തു ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും, പുതിയതല്ലേ, സെറ്റായി വരുന്നതായിരിക്കും. പക്ഷേ അത് സെറ്റാകുന്നില്ല, പിന്നെയും ഊരി. ഇപ്പോൾ ഞാനിവിടെ കമ്പനിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ആ പൈപ്പ് കംപ്ലൈൻ്റ് ആണ്, അപ്പം വാറൻറ്റി ഉള്ളതാണ്, എടുത്തിട്ട് 4-5 മാസം ആയിട്ടുള്ളൂ. അപ്പം പറഞ്ഞു, ഇത് എങ്ങനെയാണ് റിപ്പയർ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറയും, റിപ്പയർ ചെയ്ത് മാറ്റി തരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ പറഞ്ഞു റിപ്പയറിങ് നടക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ പുതിയത് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് അയക്കും, ആ പഴയത് വരുന്നവരുടെ കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. നോക്കിക്കേ, 4-5 മാസമായ സാധനമാണ്, 4-5 മാസം നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ ആ കമ്പനി പോളിസി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനിടയിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും റിപ്പയറിംഗ് അല്ല, പുതിയത് അവർ തരും, റീപ്ലേസ് ചെയ്യും. അപ്പോൾ ലോകത്തിൽ ഏത് കമ്പനിക്കാരനും വാറൻറ്റി ഉണ്ട്. എന്തിനവൻ വാറൻറ്റി കൊടുക്കുന്നത് അറിയാവോ? ചിലപ്പോൾ ഈ സാധനം കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്, ഗ്യാരൻറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഗ്യാരൻറ്റി കൊടുക്കുന്നതിൻ്റെ കാരണം, എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളത് റീപ്ലേസ് ചെയ്യും. ലോകത്തിൽ ഏത് കമ്പനി അങ്ങനെയാണ്. പക്ഷേ ദൈവവചനത്തിൽ മാത്രം വാറൻറ്റി ഇല്ല, ഗ്യാരൻറ്റിയേ ഉള്ളൂ. എന്താ വാറൻറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര ടൈം പീരീഡിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചാലും അവർ റിപ്പയർ ചെയ്യും. ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ദൈവസന്നിധി നിങ്ങൾ നോക്കിക്കേ, കർത്താവായ യേശു നമ്മെ മുദ്രയിട്ട് തമ്പുരാൻ പറയും, ഞാൻ പോയിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരും. അപ്പോൾ ഒരു ചോദ്യം, കർത്താവേ, ആ സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോയാലോ? ഇതുകൊണ്ടാണ് തുടക്കത്തിൽ യേശു പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എന്നിട്ട് ഇങ്ങനെയുള്ളവരോടാണ് കർത്താവ് ഇത് പറഞ്ഞേക്കുന്നത്. ഞാൻ തകർന്നു പോകത്തില്ല, യേശു വരുമ്പോൾ ഞാൻ റെഡിയായിട്ട് നിൽക്കും, എന്നെ റെഡിയാക്കി നിർത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? അവിടെയാണ് യുദ്ധം യഹോവയ്ക്കുള്ളത്. അവിടെ നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, പറഞ്ഞ് എൻ്റെ വിഷയം, കർത്താവേ, എനിക്കിതൊന്നും യുദ്ധം ചെയ്യാൻ സമയമൊന്നുമില്ല കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എനിക്ക് യേശുവിനെ ആരാധിക്കാൻ വേണ്ടി, ദൈവത്തെ അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരവും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവർ നിങ്ങളെ തന്നെ എണ്ണുവിൻ. എന്നിട്ട് പറയാം, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത്.
നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ ശരീരം കൊണ്ട് നിങ്ങൾ മഹത്വപ്പെടുത്തുക. യുദ്ധം യഹോവയ്ക്കുള്ളത്. എന്നിട്ട് പറയുന്നു, ദുർദിവസത്തെ എതിർത്ത് നിൽപ്പാൻ സകലതും നിങ്ങൾ എതിർക്കേണ്ടത് സർവായുധ വർഗം. അപ്പോൾ എതിർത്ത് നിൽത്തിയാൽ മതി, നമ്മൾ റെസിസ്റ്റ് ചെയ്താൽ മതി, യുദ്ധം ചെയ്യണ്ട. സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിൽക്കണം. നമ്മൾ പ്രത്യാശ മുറുക്കെ പിടിച്ചോണം. കർത്താവായ യേശു പറഞ്ഞതുപോലെ തന്നെ എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. എന്നിട്ട് താഴേക്ക് പറയുന്നത്, ഇപ്പം നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് ഗ്യാരൻറ്റിയാണ്, വാറൻറ്റി അല്ല, ഗ്യാരൻറ്റിയാണ്. ഹല്ലേലൂയ, ഉറപ്പാണ്. ഇത് ഗ്യാരൻറ്റിയാണ്. ഒരു വർഷം കഴിയുമ്പോൾ തകർന്നു പോകുന്ന വാറൻറ്റി അല്ല, പകരം ദൈവസന്നിധിയിൽ ഉറപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ നിയോഗത്തിന് നന്ദി. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഓ യേശുവേ നന്ദി കർത്താവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി. നമ്മൾ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന കർത്താവെ പ്രയർ സ്റ്റേഷൻ, നമ്മുടെ പ്രയർ സ്റ്റേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രയർ സ്റ്റേഷൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതൊന്ന് നന്ദി പറഞ്ഞ് കർത്താവെ, അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന സഹോദരങ്ങളെ ഞങ്ങളവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ നിയോഗപ്രകാരം ആര് വരുന്നോ അവരുടെ മേൽ അങ്ങയുടെ പുതപ്പിനെ അങ്ങ് ഇടുവല്ലോ അപ്പ. ദേശങ്ങളെ പട്ടണങ്ങളെ പിടിക്കുന്നവരായി ഞങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ എവിടെയാണോ അഭിഷേകത്തിൽ വീണിരിക്കുന്നത്, അഭിഷേകത്തെ അനുസരിക്കുന്നവരാകണമേ. അഭിഷേകത്തിൻ്റെ മുകളിൽ കയറി നിങ്ങൾ പഠിക്കാൻ നിൽക്കരുതേ, അഭിഷേകത്തിന് കീഴ്പ്പെടുന്നവരാകണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് കീഴ്പ്പെടുന്നവരാകണമേ. ദൈവമേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. നാളെ മുതൽ പ്രിയമക്കൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ മാളിക മുറികൾ ഒരുക്കി വച്ചിരിക്കുന്ന നല്ല കർത്താവേ, ദേശങ്ങളെ ഉണർത്തുവാൻ, നശിച്ചു പോകുന്ന തലമുറകൾ, ആരാധന നഷ്ടപ്പെട്ടു പോയ രാജ്യങ്ങൾ, പട്ടണങ്ങൾ ആരാധന ഉയരുവാൻ, ലോകമെമ്പാടും സുവിശേഷ വിരോധികൾ ഉയർന്നു വരുമ്പോൾ, അധികാരം കൊണ്ട് കർത്താവ് ഒതുക്കാൻ നോക്കുമ്പോൾ അതിനെ തകർക്കുവാൻ സഭ വളരണം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ കർത്താവ്, അങ്ങയുടേതാണ് സഭ. ഞങ്ങൾ അങ്ങയുടെ കർത്താവിൻ്റെ ആയുധമാണ്, അങ്ങയുടെ കൈക്കിണങ്ങിയ ആയുധമാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു സീത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ്, ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു സഹോദരിയാണ് ഞാൻ കാണുന്നത്, സീത. ഈ സീതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആ ഭവനത്തിൻ്റെ മേലെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ സകല ശാപങ്ങളും വിട്ടൊഴിയാൻ വേണ്ടി പോവുക. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇത് കേൾക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ആമേൻ പറഞ്ഞ ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആത്മനിയോഗങ്ങൾ അവരുടെ മേൽ വീഴട്ടെ അപ്പ. കുടുംബങ്ങളുടെ മേൽ സകല വിഷയങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു ഞങ്ങൾ മാറ്റുന്നപ്പ. കർത്താവെ, അങ്ങ് സ്പർശിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടില്ല, സഹോദരി 8 വർഷമായിട്ട് ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല, അതികഠിനമായ വേദന. എന്നാൽ കർത്താവ് ഡോക്ടേഴ്സിനെ കാണിച്ച് അവർ പറഞ്ഞു ഇത് മാറുന്നില്ല, മരുന്ന് കഴിച്ചു മാറുന്നില്ല, 8 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല, വേദന കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. എന്നാൽ യേശു തൊട്ടു, നമ്മൾ കേട്ടില്ല, യേശു തൊട്ടു, ഒരു വേദന ഇപ്പോൾ അവിടെ ഇല്ല, സുഖമായി ആ വലതുവശം ചെരിഞ്ഞ് തന്നെ കിടക്കുന്നു, തമ്പുരാൻ തൊട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ഇന്ന് യേശു അത്ഭുത മന്ത്രിയാകട്ടോ. കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ ക്രൂശിൽ അനുഭവിച്ചതാണ്, നിങ്ങളുടെ വേദനകളെ യേശു ചുമന്നതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് നമുക്ക് സൗഖ്യവും അത്ഭുതവും വന്നിരിക്കുന്നു പ്രിയരെ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഓ യേശുവേ, ഇപ്പോൾ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ സംഭവിക്കുക. രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുക, രോഗാത്മാക്കൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറുക, രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് അഴിയുക. പറഞ്ഞോട്ടെ, എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ വേദന യേശു ക്രൂശിൽ വഹിച്ചതാ, കർത്താവിൻ്റെ മുറിവ് എൻ്റെ അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. യേശുവേ
നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി ഓരോ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ അപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഈ ചെമ്പകം എന്ന് പറയുന്ന ഒരു പേര്, ഒരു ഭവനത്തെ ഞാൻ കാണുക, ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്പകം എന്നുള്ളൊരു പേര് കാണുക. ആ പേരിങ്ങനെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭവനവുമായിട്ട് അതിനെന്താ ബന്ധമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചെമ്പകം എന്നുള്ളതിന് ആ വീടിൻ്റെ പേരാണോ അതോ വീടിൻ്റെ അകത്ത് എന്തെങ്കിലും ഈ എഴുതി വെച്ചിരിക്കുക, ചെമ്പകം എന്നുള്ളത് എഴുതി വെച്ചിരിക്കുകയാണ്, അത് വീടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പേരാണോ അതോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണോ? പക്ഷേ ഒരു ലെറ്ററാണ്, ഒരു എന്തിലോ ഒന്നിൽ നിങ്ങളത് രേഖപ്പെടുത്തിയിരിക്കുന്നു ചെമ്പകം എന്ന് പറഞ്ഞുകൊണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ, ഏത് ഭവനമാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ, പറയാൻ വരുന്നവരെയും കൂടെ നിങ്ങൾ മ്യൂട്ട് ചെയ്യരുതേ. നിങ്ങൾ ക്ഷമയോടെ എന്ത് ചെയ്യണം, അത് ചെയ്യണം ശുശ്രൂഷ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. പറയാനുള്ളവരല്ലാതെ മറ്റാരും മൈക്ക് മ്യൂട്ട് മാറ്റരുതേ. താങ്ക് യു ജീസസ്. നിങ്ങൾക്ക് സൂമിലാണ് ഈ ആലോചന വ്യക്തികൾ ഇടപെടുന്നതെങ്കിൽ ബാക്കിയുള്ളവർ സൂസമ്മ മാത്യു സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ മോഹന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അധികം ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു രൂപത്തിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ആ വ്യക്തി അധികം ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഒത്തിരി ഭയങ്കര ആടി പൊക്കമുള്ള മനുഷ്യനൊന്നുമല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു 5 അടി അടുത്ത് ഹൈറ്റുള്ള, അത് അടുത്ത് അത്രയും വരുന്നുള്ളൂ. അത്രയും അടുത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ഹൈറ്റിലാണ്. നമുക്ക് ഹൈറ്റ് ആ വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുവാണ്. 2 പെൺതലമുറകളെ ഞാൻ ആ ഭവനത്തിൽ കാണുന്നു. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങ് കുടുംബത്തെ അങ്ങ് തൊടുന്നല്ലോ. അങ്ങ് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ബ്ലസ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ എൻ്റെ കർത്താവ്, എന്നാൽ ഞങ്ങളുടെ കുറവുകൾ നിങ്ങളെ. സൂസമ്മ സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്തതിനു ശേഷം സൂസമ്മ സിസ്റ്റർ പ്രാർത്ഥിച്ചോ കേട്ടോ. നന്ദി യേശുവേ. കർത്താവ് ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് ആ മോഹനനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ഇപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. നന്ദി യേശുവേ. നന്ദി കർത്താവേ. അങ്ങയുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, അങ്ങയുടെ സാക്ഷ്യം തുറക്കുന്നല്ലോ. ഈ പറയാനുള്ളവരാണോ നിങ്ങൾ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾക്ക് ഈ ആലോചനകൾ സൂമിലുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതിയേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങളെന്ന് അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്നവിടെ വ്യാപരിക്കുന്നല്ലോ. വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നല്ലപ്പാ. എല്ലാ തകർച്ചകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഓരോ വ്യക്തികളുടെ മേലും കർത്താവെ അങ്ങ് തൊടുന്നല്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. ഇന്ന് കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു അടയാളം ആ ഭവനത്തിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നു. ഈ ഒരു പൗഡർ ടിന്ന് പോലത്തെ ഒരു കുപ്പി വീടിൻ്റെ ഹോളിൽ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന, ആ ഹോളിൻ്റെ അകത്ത് തന്നെ അങ്ങനത്തെ ഒരു ടിൻ ഇങ്ങനെ മറിഞ്ഞു കിടക്കുക, വെള്ള കളറിലെ ഒരു ടിന്ന് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്ന ഒരു വീടിൻ്റെ ഹോള്
ഹോളിലാണ് കിടക്കുന്നത്, ഇങ്ങനെ മറിഞ്ഞു കിടക്കുക, വെള്ള കളറിൽ അതിൻ്റെത് ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ആ കുപ്പിയുടെ കുഴപ്പമല്ല, ആ കിടക്കുന്ന ഒരു എന്റെ അടയാളം വീ- കാണിക്കുകയാണ്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ വീ ഈ മറിഞ്ഞു കിടക്കുന്നത് എന്റെ അതെ അതെ, ഒരു വെള്ള ബോട്ടിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഹോളിൽ കിടക്കുവാണ് സിസ്റ്ററെ അത്. അതെ അതെ. ഇന്ന് അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ചതാണ്. ഇന്ന് ആ മുറിയാണ് ഞാൻ കാണുന്നത്. ആ വീട് എന്നെ ദൈവാത്മാവ് കാണിച്ചപ്പോൾ ഞാൻ ആ വീടിൻ്റെ അകത്ത് കണ്ടത് പറഞ്ഞതാണ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു വാക്ക് പറയുന്നത് സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനത്തെ ഒരുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു വെളിച്ചം 2 തിരി കത്തിച്ചിട്ട് ആ ഒരു വെളിച്ചത്തിൽ ഒരു വശം അത് കത്തുന്നുണ്ട്, മറുവശത്ത് ആ തിരി കെട്ടുപോയിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ദർശനം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് വെളിച്ചം, മറുവശത്ത് കെട്ടുപോയൊരു തിരി പോലെ കിടക്കുക. അത് കത്തുന്നില്ല, അതിങ്ങനെ കരിന്തിരി പോലെ അതിങ്ങനെ കെട്ടുപോയിട്ട് അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാഴ്ച. ഹസ്ബൻഡ് വിശ്വാസത്തിലുണ്ടായിരുന്നു, ആളിപ്പം തീർത്തും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയി. പിന്മാറിപ്പോ അല്ലേ? അതെ. അതായത് ഒരു വെളിച്ചമുണ്ട്, മറു വെളിച്ചം കെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദർശനമാണ് ഞാൻ കണ്ടത്. എന്നാൽ കർത്താവിനോട് പറയുന്നു, ആ വ്യക്തിയെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവുമായിട്ടൊരു കൂട്ടിമുട്ടൽ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എനിക്കറിയത്തില്ല, ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, ഇങ്ങനെ ഒരു ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം കർത്താവ് ഇന്ന് കാണിക്കുക. അവര് അങ്കിളാണ്, അങ്കിളാണല്ലേ? സ്വന്തം അമ്മയുടെ സഹോദരന്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആ കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങൾ 2 പേരെയും ചേർത്ത് ആ കുടുംബത്തിൻ്റെ അകത്തൊരു സാക്ഷ്യം തുറക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കാൻ വേണ്ടി പോട്ടോ. ആ കെട്ടുപോയ തിരിയെ ദൈവം കത്തിക്കാൻ വേണ്ടി പോവുക. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ, ആ ഹോളിൽ, ഇപ്പം പറഞ്ഞ ആ ഹോളിൻ്റെ അകത്ത് പ്രാർത്ഥന ഉയരും കേട്ടോ. അനേകർ വന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് ലീഡ് ചെയ്യുന്ന രീതിയിൽ ദൈവാത്മാവ് പൊതുവയ്ക്കും. ആമേൻ പറഞ്ഞ സിസ്റ്റർ നിയോഗം ഏറ്റെടുത്ത് കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നിയോഗങ്ങൾക്കായി നന്ദി പറയുന്നപ്പാ, അങ്ങയുടെ നിയോഗങ്ങൾക്കായി നന്ദി പറയുന്നപ്പാ. ഓ യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തിൻ്റെ അകത്തൊരു ചിത്രം കർത്താവ് എന്നെ കാണിക്കുക. അതായത് ഒരു ഒരു ഇംഗ്ലീഷ് ചിത്രമാണത്. ചിത്രം അതിൻ്റെ അകത്തൊരു ഒരാൾ, നമ്മൾ പ്രത്യേകിച്ചൊരു ഒരു വെളുത്ത ശരീരത്തിൻ്റെ അകത്ത് ഗോൾഡൻ മുടികളുള്ള ഒരു വ്യക്തിയുടെ ചിത്രം. അതെന്തോ ഒരു ഡ്രോയിങ് ആണ്. ആ ഡ്രോയിങ് ഈ ടി വി ഇരിക്കുന്ന ഭിത്തിയോട്, അതായത് ടി വി ഇരിക്കുന്ന നിരയിൽ തന്നെ, ആ നിരയിൽ തന്നെയുള്ള കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി വീടിൻ്റെ അകത്തോട്ട് ഹോളിലോട്ട് കയറി വന്നാൽ ഹോളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് വശം വാതിൽ കൈ പൊക്കിയാൽ അത് ലെഫ്റ്റിലോട്ട് ഡോറ് വെളിയിലോട്ടുള്ളത്, വലതുവശത്ത് ചേർന്നിരിക്കുന്നതാണ് ടി വി. അവിടെ തന്നെ ഈ ചിത്രം ഇരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതൊരു ഡ്രോയിങ് പോലെ, അതായത് ഒരു നമ്മുടെ നാടൻ ചിത്രമല്ല, ഒരു വിദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ രൂപത്തിൽ വച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. അങ്ങനെ ഒരു ചിത്രം ഉള്ള ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തോ ഒരു സ്പിരിച്വലി റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംതിങ് ആണ്. അത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനൊരു വാക്ക് പറയുന്നു, നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ സ്ഥാനത്ത്, അങ്ങനെ ഒരു വാക്ക് പറയുകയാണെ, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും ദൈവം നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി പോവാം. ഈ ചിത്രം അടയാളമായിട്ടുള്ള ഭവനം ഏതാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോവാം. ആ ഭവനത്തിൻ്റെ അകത്ത് നിലവിളി ഉയരുമെന്ന് ദുഷ്ടൻ ആഗ്രഹിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ ദൈവം ഇന്ന് അതിൻ്റെ മേൽ ഇടപെടാൻ വേണ്ടി പോകുന്നു. ദൈവ നിയോഗങ്ങൾ അതിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ.
പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ അത് കേൾക്കുന്ന ഭവനം ഇന്ന് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ വേണ്ടി പോകും. നഷ്ടപ്പെടത്തില്ല, തകർന്നു പോകത്തില്ല. ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ 2 ഡെയ്സിമാരെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 2 അല്ല, കുറേ ഡെയ്സിമാരുണ്ടല്ലേ. ഈ ഡെയ്സി ബെന്നിയുമായിട്ട് ബന്ധമുള്ള, ബെന്നി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ഷനുള്ള ഡെയ്സി ഇതിൻ്റെ അകത്തുണ്ടോ? ഞാൻ ഈ ഡെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ബെന്നിയുമായിട്ട് ബന്ധപ്പെട്ട ഡെയ്സി. ഒത്തിരി ഡെയ്സിമാരുണ്ടായിരുന്നു, പേരുണ്ടല്ലോ. ഈ ഡെയ്സിമാരിൽ ബെന്നിയായിട്ട് ആരാണെങ്കിലും കണക്ഷൻ ഉണ്ടോ? സൂസമ്മ മാത്യു സിസ്റ്ററെ, സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിസ്റ്ററോട് ഞാൻ ആദ്യം മുതലേ പറഞ്ഞായിരുന്നു, സിസ്റ്ററെ മൈക്ക് സിസ്റ്റർ മ്യൂട്ട് ചെയ്ത് വെക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് കുറേ ഡെയ്സിമാരെ ഞാൻ കാണുന്നു. ഇതിൻ്റെ അകത്ത് ബെന്നി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ഡെയ്സി ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഇല്ല ഇനി ലൈവിലാണെങ്കിൽ ഞാൻ ആ ഡെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ 2 പേരെയും കണക്ട് ചെയ്ത് കർത്താവിൻ്റെ ഉള്ളത്തിൽ ഒരു വാക്ക് പറയുന്നു. സകല കുരുക്കുകളെയും ദൈവം അഴിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ കൃപ ഇന്നവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ, കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. അത്ഭുതകരമായ പ്രവൃത്തികൾ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ദൈവമഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, ദൈവമഹത്വം അങ്ങ് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഭവനത്തിൻ്റെ അകത്ത് ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ആൻഡ്രൂസിൻ്റെ ഭവനത്തിൻ്റെ അകത്ത്, ആൻഡ്രൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഒരു വാഹനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ ഒരു വാഹനം എന്ന് പറയുമ്പോൾ ആ വാഹനം 2 വട്ടം അനർത്ഥത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് വന്നതാണ്. ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് 2 വട്ടം അനർത്ഥങ്ങൾ സംഭവിച്ചൊരു വാഹനം ആ ഭവനത്തിൻ്റെ അകത്തുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾ ഓർത്തത് മോനല്ലേ ആൻഡ്രൂസ് എന്നുള്ളത്. അതെ, ഇന്ന് കർത്താവിനെ 2 പ്രാവശ്യം അനർത്ഥത്തിൽ നിന്നും ദൈവം വിടിവിച്ചതാണ് ആ മകനെ. കർത്താവിനോട് ഉള്ളത്തിലൊരു വാക്ക് പറയുന്നു. ഈ മോനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പ്ലാൻ അവൻ്റെ മേൽ റിവീലാകാൻ വേണ്ടി പോകുന്നൊരു വാക്ക് തമ്പുരാൻ പറഞ്ഞു. ദുഷ്ടന്റെ ആശ നശിക്കുകയാണ്. ഇന്ന് തമ്പുരാൻ ഒരു വാക്ക് പറയുകട്ടെ, ദുഷ്ടന്റെ ആശ നശിക്കും. തമ്പുരാൻ ഇന്ന് ഇടപെടാൻ വേണ്ടി പോവാന്ന് പറയുന്നു ആൻഡ്രൂസിന് വേണ്ടി. നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നിയോഗത്തിന് നന്ദി പറയുന്നപ്പാ, നിയോഗത്തിന് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ആമേൻ പറഞ്ഞ് സ്ട്രേറ്റ് എടുത്തോടെ ദൈവ പ്രാർത്ഥന കേട്ട് കേട്ടോ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ദൈവാത്മാവിൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ. ഈ നിമിഷം തന്നെ കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങ് ഭവനങ്ങളെ സ്പർശിക്കുന്നല്ലോ, അങ്ങ് ഭവനങ്ങളെ സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിമും. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ വീടിൻ്റെ ഹോളിൻ്റെ അകത്ത് തന്നെ ഒരു കർട്ടൻ ഇട്ടിട്ട് ആ ഹോളിൽ തന്നെ കർട്ടൻ ഇട്ടിട്ട് കർട്ടൻ കൊണ്ട് ഇങ്ങനെ ആ ഹോള് മറച്ചിട്ട് ആ കർട്ടൻ്റെ അപ്പുറം ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അതായത് ഹോളിൽ തന്നെ ഒരു കർട്ടനും ആ കർട്ടൻ്റെ അപ്പുറം ഒരു കട്ടിൽ വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ഹോളിലോട്ട് കയറി വരുന്ന ആൾക്കാർക്ക് ആ കട്ടിൽ കാണാൻ പറ്റത്തില്ല. കാരണം ഈ വലിയൊരു കർട്ടൻ കൊണ്ട് ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കർട്ടനുള്ള ഈ ഭവനം
ഇതിൻ്റെ അകത്ത് കട്ടിലെ പലപ്പോഴും വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ തലമുറയെ ഓർത്ത് സങ്കടപ്പെട്ട് ഭയങ്കര ഒരു ഭാരം മനസ്സിലോട്ട് കയറിയിട്ട് നിങ്ങൾ കരഞ്ഞുപോയി, നിങ്ങൾ സങ്കടപ്പെട്ടു പോയി, തലമുറയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിൻ്റെ അകത്ത് ബന്ധപ്പെട്ട വ്യക്തി ഈ ജോഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും കൂടെ എനിക്ക് പ്രാർത്ഥിക്കാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുവാണ്. ജോഷി എന്ന് പറയുന്നൊരു വ്യക്തി ആ ഒരു ഭവനം കാണിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു വ്യക്തിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുന്നു. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ രണ്ട് വ്യക്തികളെ ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. അങ്ങ് അവരെ സ്പർശിക്കുന്നല്ലോ, അങ്ങ് അവരെ തൊടുന്നല്ലോ, അങ്ങ് അവരുടെ ജീവിത നിലവാരങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ അവിടെ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, അത് ഞങ്ങളുടെ ഭവനാണ്. ഞങ്ങൾ കയറി വരുമ്പോൾ ഹോളിൽ തന്നെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കർട്ടൻ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ബെഡ് ഇപ്പുറ തന്നെ കർട്ടൻ്റെ ഇപ്പുറ തന്നെ കട്ടിലുണ്ട്, ആർക്കും കാണാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര വിഷമവും ഭാരമൊക്കെ ആയിരുന്നു. അപ്പോൾ വിഷമം വരുമ്പോൾ ഞാൻ ആ റൂമിൽ കയറി ഇരുന്ന് കരയുകയും അങ്ങനെ ഭയങ്കര കുട്ടികളെക്കുറിച്ചൊക്കെ ഓർത്ത് ഭയങ്കര ഭാരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പിന്നെ ജോഷി എന്ന് പറഞ്ഞ എൻ്റെ അനിയൻ പണിയുന്ന ജോഷി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്, ഒരു വർക്ക്ഷോപ്പ്. ആ ഒരു കമ്പനിയാണ് ജോഷി എന്നാണ് അവിടുത്തെ ചേട്ടൻ്റെ പേര്. അനിയൻ പണിയുന്നല്ലേ? ഇന്ന് സിസ്റ്ററെ, കർത്താവ് ഇന്ന് എത്രത്തോളം കാണും. നിങ്ങൾ അലച്ചു നോക്കി ആ ഭവനത്തെ ദൈവം തൊട്ട്. സിസ്റ്റർ ആ കർട്ടനിട്ട് മറച്ചാൽ പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല അതിനകത്ത് കയറിയ, പക്ഷേ പരിശുദ്ധാത്മാവിനെ കാണാം കേട്ടോ. ഞാനിന്ന് കണ്ടത് സിസ്റ്ററെ, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കരയുന്ന ഭാരപ്പെടുന്ന കാഴ്ചയാണ് കർത്താവ് എന്നെ കാണിച്ചത്. ദൈവം നമ്മുടെ ഭാരങ്ങളെ അറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചോണം, ഈ ജോഷി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നമ്മൾ നിസ്സാരക്കാരല്ല, നമ്മുടെ പ്രാർത്ഥന അനേകരെ തൊടുന്നതാണ്. ആ വ്യക്തിയെ യേശു തൊടും. നിങ്ങളുടെ ഈ ഭവനവും ആ ജോഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്ലെസ്സിങ്ങിൻ്റെ വാതിൽ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പം യാദൃശ്ചികമാണ് തോന്നുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. വിരിച്ചൊരുക്കി ഒരു മാളികമുറി ഒരുക്കാൻ കർത്താവ് പെസഹായ്ക്ക് വേണ്ടി പറഞ്ഞപ്പം അപ്പോസ്തലന്മാർക്കൊരു ഞെട്ടലായിപ്പോയി. കാര്യം പെസഹായുടെ അന്ന് എല്ലാ ഹോളും എല്ലാ ഓഡിറ്റോറിയങ്ങളും ഫുള്ളാണ്. അവിടെ ഒരു വിരിച്ചൊരുക്കിയ മാളികമുറി കിട്ടത്തില്ല. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾ ചെല്ലുക, ആ ഒരു വെള്ളവും ചുമന്നുകൊണ്ട് ഒരു ബാല്യക്കാരൻ നിങ്ങളെ എതിരിൽ. ഇതുവരെ ദൈവത്തിനറിയാം. ഇസ്രായേൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ ഭവനത്തെ ആ കണ്ണുനീരിനെ തമ്പുരാൻ കണ്ട്. ദൈവം എന്തല്ലോ, ഞാൻ പലപ്പോഴും ദൈവിക ആലോചന വെളിപ്പെടുമ്പോൾ ഞാൻ തന്നെ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാരണം നിങ്ങൾ എത്രത്തോളം ഹൃദയത്തിൽ വേദനിച്ച് മറച്ചു വെച്ച കാര്യങ്ങളാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് എത്ര വളരെ സിമ്പിളായിട്ടത് വെളിപ്പെടുത്തുന്നത് നമ്മളെല്ലാം ദൈവം അറിയുന്നു. ആത്മനിയോഗങ്ങൾക്ക് നന്ദി പറയുന്നപ്പോൾ നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവെ. പിന്നെയും പ്രാർത്ഥിച്ച് കർത്താവേ യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ കർത്താവ്, ഇന്ന് നമ്മുടെ സമയങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയി. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഞാൻ ബ്ലെസ് ചെയ്ത് നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രോഗികളായി ഭാരപ്പെടുന്നവർ. അപ്പം നാളെ മുതൽ നമ്മൾ ഹോളുകൾ തപ്പാൻ വേണ്ടി പോകുന്നു. വലിയ ഹോളുകളൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വേണം. നല്ലൊരു ദൈവം ഒരുക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച് അന്വേഷിക്കുക. ഒത്തിരി തിരക്കിൻ്റെ അകത്തൊന്നും പോയി പിടിക്കേണ്ട. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്നാൽ ബസ്സിന് ആൾക്കാർക്ക് വന്ന് ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലം അങ്ങനെയുള്ളത് കണ്ടുപിടിക്കുക. കർത്താവ്, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, കടഭാരത്തിലെ ഞെരുക്കത്തിലെ വേദന ദുഃഖത്തിലൊക്കെ ഇരിക്കുന്നവർ എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ് യേശുവേ, വലിയ നിയോഗങ്ങൾക്കായി നന്ദി പറയുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ബാബുരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുക കേട്ടോ. ബാബുരാജിൻ്റെ ഭവനത്തിൽ തലമുറയുടെ അടഞ്ഞ വഴിയെ യേശു തൊടുക. ബാബുരാജിൻ്റെ ഭവനത്തിൽ തലമുറയുടെ അടഞ്ഞ ഭാവിയെ, ദുഷ്ടപിശാച് തലമുറകളുടെ നന്മയെ കെട്ടുവാൻ നോക്കുന്ന സകലത്തെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടുന്നു. ആ ഭവനം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സകല വിഷയങ്ങളെയും സ്വർഗം അറിയുന്നു കേട്ടോ. ദൈവത്തിന് ഒരു കാര്യവും മറവല്ല, ദൈവത്തിന് ഒരു വിഷയവും അസാധ്യമല്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി യേശുവേ. ആമേൻ കർഞ്ഞ കർത്താവിൻ്റെ ആലോചനയെ സ്വീകരിക്കുമ്പോൾ ഭവനങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. നന്ദി യേശുവേ, നന്ദി കർത്താവേ,
നന്ദി കർത്താവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ കർത്താവേ, അങ്ങ് എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ, അങ്ങ് എൻ്റെ വേദനകളെ ക്രൂശിൽ അനുഭവിച്ചതാ. കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. കർത്താവ് എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതുകൊണ്ട് വേദനയ്ക്കോ രോഗത്തിനോ എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യാരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ, ഇപ്പോൾ തന്നെ അവരുടെ ഞെരുക്കങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, മനസ്സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഹൃദയത്തിലേറ്റ മുറിവുകൾ, ഭാരങ്ങൾ, നിന്ദകൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സന്തോഷമുണ്ടാകട്ടെ, സൗഖ്യം നടക്കട്ടെ. ഇതുവരെ ഇല്ലാത്ത നാളുകളായിട്ടുള്ളായിരുന്ന രോഗബന്ധനങ്ങൾ, വേദനകൾ ശരീരത്തിൽ ഞങ്ങൾ പറിച്ചു മാറ്റുന്നപ്പോൾ കർത്താവെ, മെഡിക്കൽ സയൻസ് അതിശയിക്കുന്ന രീതിയിൽ യേശുവിൻ്റെ പ്രവൃത്തി നിറയുന്ന മുടന്തൻ തുള്ളും. രോഗികളായി നടക്കാൻ കഴിയാത്തവരെ ചാടി എണീറ്റ് യേശുവിൻ്റെ നാമത്തിൽ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, കുരുടൻ കാണും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും. യേശു ജീവിക്കുന്നു, മരിച്ചത് ഉയർക്കും. ദൈവരാജ്യത്തിൻ്റെ ശക്തി ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ നന്മകൾ ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ നന്മകൾ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്നു. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, കൃപ കൃപ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, ഞങ്ങളുടെ തിരുകൃപയ്ക്കായി നന്ദി. അങ്ങ് ഓരോ വ്യക്തികളെയും സ്പർശിക്കുന്ന കൃപയ്ക്ക് നന്ദി. ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി. ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കുന്ന കൃപയ്ക്ക് നന്ദി. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങ് ഞങ്ങളെ തൊടുന്ന കൃപയ്ക്ക് നന്ദി. അങ്ങ് ഞങ്ങളെ അത്ഭുതമായി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കും. നമുക്ക് ഈ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം തന്ന വചനത്തിനും ആലോചനയ്ക്കും നിയോഗത്തിനും നന്ദി പറയുന്നു. ഈ സമയത്ത് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ വിതച്ച ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. വിതയ്ക്കുന്നവർ കൊയ്യും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് നമ്മൾ പ്രയർ സ്റ്റേഷനുകളെ ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദൈവരാജ്യം ലോകമെമ്പാടും എത്തിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ ഒരുങ്ങുവാൻ ഒരു ജനറേഷനെ തമ്പുരാൻ എണീപ്പിക്കാൻ വേണ്ടി പോകുന്നു. അതിനായി വിതച്ചവരെ ബ്ലെസ് ചെയ്യുന്നവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നിന്ദകളും മാറട്ടെ. കർത്താവേ, ബിസിനസ് വർദ്ധിക്കട്ടെ, ജോലിയിൽ പ്രൊമോഷനിലുണ്ടാകട്ടെ. കർത്താവ്, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകും. നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. പ്രാർത്ഥന റിക്വസ്റ്റുകളല്ല, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ പറയുന്നവർ ചുരുക്കി പറയുവാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ, സ്തോത്രം ബ്രദറെ. എനിക്കൊരു പ്രാർത്ഥനാ വിഷയം അത്യാവശ്യമായിട്ടൊന്ന് പറയാനുണ്ടായിരുന്നേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ദൈവദാസനും ഫാമിലിയും താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൻറ്റിക്കാണെങ്കിൽ ഇങ്ങനെ ചില സമയത്ത് അൽസിമേഷ്യസ് ഉണ്ടാവും. അപ്പോൾ അൽസിമേഷ്യസ് ഉണ്ടായി കഴിഞ്ഞ് തോന്നുന്ന സ്ഥലത്തേക്കൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ആൻറ്റീനെ കാണാനില്ല. രാവിലെ ഒരു 11 മണി തൊട്ടാന്ന് പറഞ്ഞു ആൻറ്റീനെ കാണാനില്ല. കടയിൽ പോയതാണ് ആൻറ്റി. പെട്ടെന്ന് തന്നെ ആൻറ്റിയുടെ മൈൻഡ് മാറി. ആൻറ്റിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോവും തോന്നുമ്പോൾ എന്നിട്ട് തിരിച്ചു വരും. ഇന്ന് രാവിലെ തൊട്ട് കുറേ എല്ലാവരും അന്വേഷണം തുടങ്ങിയത്. ആ പോസ്റ്റർ ആൻറ്റിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ രാത്രി ഈ സമയം വരെ അന്വേഷിക്കുമായിരുന്നു, ഇതുവരെ കണ്ടെത്തിയില്ല. പൊന്നമ്മ എന്നാണ് ആ ആൻറ്റിയുടെ പേര്. ഒരു പാസ്റ്ററിൻ്റെ ഭാര്യയാണ്. നന്ദി കർത്താവെ. ഞങ്ങളിന്ന് പ്രിയ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്നെ ഈ രാത്രി തന്നെ കർത്താവെ പ്രിയ മകളെ കണ്ടെത്തും. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ ദൂതന്മാരോട് ഞങ്ങൾ ഇന്ന് കൽപ്പിക്കുന്നു. ദൂതന്മാർ ഇറങ്ങി കർത്താവെ പ്രിയ വ്യക്തിയെ അങ്ങ് തൊട്ട് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ?
ബ്രദർ സാക്ഷ്യമുള്ള പ്രൈസ് ലോർഡ് മറ്റാരെങ്കിലും ബ്രദർ. ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദർ എന്റെ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ പറഞ്ഞു. ഹലോ ബ്രദർ സാക്ഷ്യമുള്ളവർ കേൾക്കാമോ? പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ സാക്ഷ്യമുള്ളവർ ബ്രദർ. പറഞ്ഞാട്ടെ. ഒരു നിമിഷം. ബ്രദറെ ഇന്നലെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം എന്റെ കാലിലാണെങ്കിൽ ചൂടുവെള്ളം വീണായിരുന്നു. പക്ഷെ വെട്ടിത്തിളച്ച വെള്ളമായിരുന്നു. എന്നിട്ട് എന്റെ കാലിൽ ഒരു കുഴപ്പവും വന്നില്ല ബ്രദർ. ഒരു പൊള്ളൽ പോലും ഞാൻ അറിഞ്ഞില്ല. എന്റെ കർത്താവ് എന്നെ അവിടെ കാത്തു രക്ഷിച്ചു. എല്ലാ മഹത്വം എന്റെ യേശുവിന്. ആമേൻ. നന്ദി കർത്താവെ, അങ്ങ് വലിയ അനർത്ഥത്തിൽ നിന്ന് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ സ്തോത്രം. മോഹനൻ എന്ന് പറഞ്ഞ ഇന്നലെ ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ. പറഞ്ഞു. പിന്നെ രണ്ട് പെൺതലമുറ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണാടി വെച്ചിട്ടുണ്ട്. ഏകദേശം 5 അടി, വലിയ പൊക്കമൊന്നുമില്ല. അവരുടെ ഞാനൊരു പ്രാർത്ഥനാ വിഷയം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സർജറിയുടെ വിഷയമായിരുന്നു. അപ്പം ബ്രദറെ പ്രാർത്ഥിച്ചിരുന്നു. സർജറി കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായി വന്നതേ ഉള്ളൂ. ഒരു മേജർ സർജറി ആയിരുന്നു. നല്ല വ്യത്യാസമുണ്ട്. നല്ല റെസ്റ്റിലാണ്. മോഹൻ എന്ന് പറഞ്ഞ ആലോചന അല്ല, വീട്ടില് റെസ്റ്റിലാണ്. ഇപ്പൊ ഒരാഴ്ച ആയതേ ഉള്ളൂ വന്നിട്ട്. ഞാൻ ബ്രദറിന് പ്രാർത്ഥിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു വിഷയം. ഞാൻ റിപ്ലൈ കിട്ടിയായിരുന്നു സിസ്റ്ററെ. ബ്രദർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് റിപ്ലൈ കിട്ടിയായിരുന്നു. തന്നെ പേര് പറഞ്ഞിട്ട് മോഹനൻ എന്നേ പറഞ്ഞോളൂ. ഒരു സർജറി, മേജർ സർജറി ആയിരുന്നു. പെട്ടെന്ന് എമർജൻസി ഒരു സർജറി ആയിരുന്നു. ഇന്നും ബ്രദർ ആലോചന മോഹനില്ല, ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്റെ ഹസ്ബൻഡ് മെസ്സേജ് ഇട്ടിരുന്നല്ലേ? മോഹൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ചോദിക്കാൻ കാരണം ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഹസ്ബൻഡിനാണെന്ന് പറഞ്ഞായിരുന്നു സർജറി മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ദൈവാത്മ വെളിപ്പെടുത്തി ഇന്ന് ദൈവാത്മ വെളിപ്പെടുത്തി മോഹനൻ 2 പെൺതലമുറകളുള്ള ഒരു വ്യക്തിയാണുള്ള കർത്താവ് കാണിച്ചു. ഈ ഹൈറ്റിൻ്റെ കാര്യവും ദൈവാത്മ വെളിപ്പെടുത്തി. അപ്പം സൗരി പറഞ്ഞത് നേരത്തെ പ്രെയർ റിക്വസ്റ്റ് അയച്ചിരുന്നു, പക്ഷെ ഹസ്ബൻഡിൻ്റെ പേരിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവ് എന്ത് ചെയ്തു? ആ വ്യക്തി ദൈവം സ്പെസിഫിക് ആയിട്ട് തൊടുവാണ്. ഇനി ആദ്യം വേണ്ട. കർത്താവ് പറയുന്നു, കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ആ ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങൾ അവസാനിച്ചു. ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് പെൺതലമുറകളെ ഓർത്തുണ്ട്. ആദ്യം വേണ്ട. ദൈവം അവരുടെ ഭാവിയെയും ദൈവം തൊടാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു കേൾക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ. 2 ആഴ്ച മുമ്പ് ഞാനൊരു യാത്ര പോയപ്പോഴേ എനിക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു അപകടം ഉണ്ടായി. എന്ന് വെച്ചാൽ എൻ്റെ കാലിന് ഭയങ്കര വേദനയായിട്ട് മുന്നോട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ നിൽക്കുമായിരുന്നു. അന്നേരം അവിടെ ബസ്സുകളെല്ലാം ഇങ്ങനെ വന്നു പോയി നിൽക്കുമായിരുന്നു. എനിക്ക് നടക്കത്തില്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ എന്നെ എടുത്ത് ഒരു കാറിലാക്കി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അന്നേരം ഒരു ബസ് ഒന്നും ഇടിക്കാതെ ഞാൻ നടുക്ക് തന്നെ നിൽക്കും. പിന്നെ ഓരോരുത്തർ വന്ന് എന്നെ പിടിച്ച് മാറ്റുമായിരുന്നു. എന്നിട്ടും ദൈവം എന്നെ അവിടെ സൂക്ഷിച്ചു. പിന്നെ ഡോക്ടറോടൊക്കെ ചെന്നപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിന് തേയ്മാനം മൂലം ഇതിൻ്റെ എല്ല് പൊടിഞ്ഞ് ഉണ്ടായതാണെന്നാ പറഞ്ഞത്. അപ്പം ഞാൻ 2 ആഴ്ച ഇങ്ങനെ വീട്ടിൽ ഇരിപ്പായിരുന്നു. ഇതിപ്പം വേദനയൊക്കെ ഒത്തിരി കുറവുണ്ട്. എന്നാലും ഞാൻ ഏന്തിയാണ് നടക്കാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. മസിലിന്റെ ബലക്കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. സിസ്റ്ററെ കൈ വെച്ച് പറഞ്ഞോണം. ഇപ്പൊ പ്രാർത്ഥിച്ച സിസ്റ്റർക്ക് എന്നാ ഫീൽ ചെയ്യുന്നത്? പ്രാർത്ഥിച്ച് വേദന കുറവുണ്ട്. വേദന കുറവുണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ സൗഖ്യം ആരംഭിച്ചു. അപ്പോൾ ഡോക്ടർ എന്തു പറയുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഡോക്ടർ പറഞ്ഞത് അദ്ദേഹം കറക്റ്റാണ്. നമ്മുടെ എക്സ്റേ റിപ്പോർട്ട്, സ്കാൻ റിപ്പോർട്ട് കൊണ്ട് തേയ്മാനമാണ്, അസ്ഥി പൊടിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ സ്വർഗത്തിലെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ആ പൊടിഞ്ഞതിനും നഷ്ടപ്പെട്ടതിൻ്റെ പുതിയത് സൃഷ്ടിക്കാൻ കർത്താൻ കൈവച്ച് പറഞ്ഞോണം. ഞാൻ നടക്കും. ആ അപ്പോസ്തല പ്രവൃത്തിയിൽ ജന്മനാ മുടന്തനായ മനുഷ്യൻ ദൈവത്തെ സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുവെങ്കിൽ, അത് നടക്കാത്ത വ്യക്തി തുള്ളിയെങ്കിൽ നടക്കുന്ന എനിക്ക് ഇപ്പിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ എത്ര അധികം തുള്ളിയും ചാടിയും പറഞ്ഞോണം. ഞാൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിക്കും പറഞ്ഞോണം. ആ തേയ്മാനത്തിൻ്റെ അകത്ത് പുതിയത് ഇപ്പോൾ വേദന കുറഞ്ഞത് തന്നെ വലിയൊരു സൈനാണ്. പ്രാർത്ഥിച്ചപ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ശ്രീ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ.
ഹലോ ബ്രദർ, പറഞ്ഞു. നമ്മുടെ റിലേഷനിലെ ഒരു വ്യക്തി 2011 തോന്നുന്നു അവർക്ക് ഹാർട്ടിൽ നല്ല ഓപ്പറേഷൻ കഴിച്ചു. നല്ല ഓപ്പറേഷൻ പറഞ്ഞ ഹാർട്ട് നെഞ്ഞ് തൊട്ട് വയറ് വരെ ഒരുപാട് സീരിയസ് ആയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് സംഭവിച്ചത്. കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്പറേഷനൊക്കെ കഴിച്ച് അതിനുശേഷം അവർ മദ്യമൊക്കെ കഴിക്കും. സ്കൂളിൽ ഒരു വാഹനം ഓട്ടിച്ച് അങ്ങനെ ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മദ്യം പറഞ്ഞാൽ നല്ല മദ്യത്തിന് അഡിക്റ്റാണ്, എന്നാൽ മരുന്നൊന്നും കഴിക്കുന്നില്ല. പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ഇന്നാള് ഒരു 2 മാസം തീരെ വയ്യാണ്ടായിരുന്നു. ഈ പക്ഷെ ഞങ്ങൾ പതുക്കെയാണ് അറിഞ്ഞത്. ഞങ്ങൾ അവർ വീട്ടിലേക്ക് പോവാ പറഞ്ഞിരുന്നപ്പോ വേണ്ട, അവര് മദ്യം കഴിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ മറ്റു പോയി കഴിഞ്ഞാൽ ഇനി അത് പാടില്ലല്ലോ പറഞ്ഞിട്ട് അവർക്ക് നമ്മളെ കണ്ട ഒരു സന്തോഷം തോന്നും. ഇപ്പൊ അവര് അങ്ങനെ ആ സന്തോഷം കൊണ്ട് അവര് 2 ഗ്ലാസ് 1 ഗ്ലാസ് അങ്ങനെ കഴിക്കും. അത് വെച്ച് ഇപ്പൊ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു ആ നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ അറിഞ്ഞു. ഇന്ന് എന്നെ വിളിച്ചു അവര് ഭാര്യ, അപ്പോഴാണ് പറഞ്ഞ എല്ലാം മാറ്റമുണ്ട്, ഗിരിജയെ വലിയൊരു അനുഗ്രഹം തന്നു. ഒരു മരുന്നും വേണ്ട പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട പറഞ്ഞു. ഇപ്പൊ ആള് നോർമലായി. പഴയ അസുഖം പിന്നെയും വന്നിരുന്നു ഹാർട്ടിന്. ഇനി ഒന്ന് സർജറി ചെയ്യാൻ പറ്റില്ല, ആൻജിയോ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഡോക്ടർ. ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കും. ഞാൻ പറഞ്ഞു എന്തെല്ലാം പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അവിടെ തൊട്ട് വലിയൊരു അനുഗ്രഹമാണ്. യേശുവെ നന്ദി. നന്ദി കർത്താവെ, അങ്ങ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി പ്രാർത്ഥിച്ചത് പറയുന്നു. ആ വ്യക്തിക്ക് കൊടുത്ത മാറ്റത്തിന് നന്ദി. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ പൊങ്ങന്താനത്തു നിന്ന്, കോട്ടയം ജില്ല പൊങ്ങന്താനത്തു നിന്ന് സൂസമ്മ മാത്യോ ആണ് വിളിക്കുന്നത്. എനിക്കുള്ള വീട്ടിലൊരു ഹോളിൽ ഒരു ദിവസം പ്രാർത്ഥന നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കുവോ? എങ്ങനെ സിസ്റ്ററെ? വീട്ടിലെ ഹോളോ? വീട്ടിൽ തന്നെ ഹോള് മീൻസ് വീടിൻ്റെ അകത്താണോ വീട്ടിലാ, സിസ്റ്ററെ? വീടിനകത്താ ഹോള്. സിസ്റ്റർ, ഞാൻ പറഞ്ഞ വീടിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ആഴ്ചയിലും സഹോദരങ്ങൾ വന്ന്, സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെയുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനുള്ള നിയോഗമാണ്. അപ്പോൾ ഒരു തവണയല്ല ഇത്. ഇപ്പോൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ ആഴ്ചയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു ക്രമീകരണമാണ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ആഴ്ചയിലും, ഒരു ദിവസമല്ല ഇത് എല്ലാ അല്ല, ആഴ്ചയിലും. ഞാൻ വിചാരിച്ചു ഒരു മാസത്തിൽ 1-2 ദിവസമായിരിക്കും എന്നാ വിചാരിച്ച. അല്ല സിസ്റ്ററെ, അത് ശരി. കേട്ടോ. അതുപോലെ ഭവനത്തിൻ്റെ അകത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഭവനം എന്നുള്ളത് വീടിൻ്റെ അകത്ത് ഹോളുകളിൽ നമുക്കത് പ്രാവർത്തികമല്ല. നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് ചിലപ്പോൾ പല ആൾക്കാരുമാണ് വരുന്നത്. പ്രൈവസികളിൽ ഒത്തിരി വിഷയങ്ങളുണ്ടാവും. അല്ല, വീടിനോട് ചേർന്ന് ഹോളുകളോ ഔട്ട് ഹൗസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ വീടിൻ്റെ അകത്ത് പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആരാധന അവിടെ ആവശ്യമാണ്. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ്. അന്യഭാഷ പ്രാർത്ഥന നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് ചിലപ്പോൾ സമയം നീണ്ടുപോയെന്നിരിക്കും. നമ്മൾ ഇന്നലെ തന്നെ വലിയ കൃപയാണ്, അന്യഭാഷയിൽ ഏകദേശം രാത്രി 1 മണി മുതൽ 5:30 വരെയോളം നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ ഇടയായി. നേരം വെളുക്കുന്നോടം വരെ അന്യഭാഷയിൽ അത്രയും സമയം. പ്രത്യേകിച്ച് ഈ വുമൺസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് 2 മീറ്റിംഗ്, വുമൺസ് മീറ്റിങ്ങും വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് നിർത്തി. അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ആ സമയം വെച്ചുകൊണ്ട് കയറിപ്പോകുന്നതായിരുന്നു. അങ്ങനെ നിയോഗം ഉള്ളതുകൊണ്ടാണ് നിർത്തിയത്. അതുപോലെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ദൈവം ഒരുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് ഞാനത് പറഞ്ഞത്. നമുക്ക് അങ്ങനെയുള്ള ക്രമീകരണമാണ് മുന്നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നന്ദി കർത്താവേ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇപ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നമുക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്കിന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ മ്യൂട്ട് മാറ്റിയവരെ പറയാൻ വേണ്ടിയുള്ളവരുമാണോ, പറയാനുള്ളവരാണോ ഈ മൈക്ക് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ല എങ്കിൽ നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. ദേശത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങളെ തൊടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പാഴ്ത്താം, നന്ദിയോടെ സ്തുതിക്കാം.